അവിടെ ഒരു വോട്ടർ ലിസ്റ്റിൽ 57-കാരൻ പിതാവിന് 19 മക്കളാണ്. മൂത്തവന് പ്രായം 72, ഇളയവന് 28. അന്വേഷണത്തിൽ അതൊരു ക്രമക്കേടല്ലെന്നും രാജ് കമൽ ദാസ് ഒരു ആത്മീയ ഗുരുവാണെങ്കിലും ആത്മീയ ഗുരു അച്ഛനാകുമോ എന്ന ചോദ്യം അവിടെ പ്രസക്തമല്ല. കാരണം HIJK LMNO ഫോർമാറ്റിൽ ലക്ഷണം കെട്ട അക്ഷരമാല അച്ഛന്മാരെക്കാൾ നല്ലതാണ് ഒരു ആത്മീയ ഗുരു അച്ഛൻ. ഒരു ലേഖനത്തിൽ സുമേധാ മിത്തൽ പറയുന്നത് SIR നടക്കുന്ന ബീഹാർ വോട്ടർ പട്ടിക കുത്തും കോമകളെ പറ്റിയാണ്. അതിലൊരു പെൺകുട്ടിയുടെ പേര് ഫുൾ സ്റ്റോപ്പ് ഒറ്റക്കുത്ത്. അവൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവിന്റെ പേര് 2 കുത്ത്. 7 പേരുടെ അച്ഛന്മാർ കുത്തും കോമയുമാണ്. ഒറ്റമുറി വീട്ടിൽ 80 പേർ താമസിക്കുന്ന മഹാദേവപുരയിൽ അങ്ങനെ ഒരു ഒറ്റമുറിയെങ്കിലും ഉണ്ട്. ഇവിടെ കൊച്ചിയിൽ ഇതര സംസ്ഥാനക്കാരടക്കം 81 പേർ താമസിക്കുന്ന വീട്ടു നമ്പർ തപ്പിപ്പോയതാണ്. അങ്ങനെ ഒരു വീട്ടുമില്ല. അവിടെ ഒരു വോട്ടർമാരെ ആർക്കും അറിയില്ല. മൊത്തം ഒരു ഉടായ്പിന്റെ ശൂന്യസ്ഥലി. ആ 124 വയസ്സുള്ള കന്നി വോട്ടർ മിൻഡാദേവി അടക്കം, SIRൽ ശവദാഹം നടത്തിയ വോട്ടർ, സുപ്രീം കോടതിയിലെ പിറവി അടക്കം 3 നാൾ കണ്ടെത്തിയ ക്രമക്കേടുകൾ, തട്ടിപ്പുകൾ, അസംബന്ധങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് മണിക്കൂറുകളൊന്നും മതിയാവില്ല. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് അവാസ്തവമാണ്. അദ്ദേഹം ഇട്ടത് ആറ്റം ബോംബല്ല, സ്പ്ലിൻഡർ ബോംബാണ്. എടുക്കുമ്പോഴൊന്ന്, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 100 എന്ന മട്ടിൽ ജനാധിപത്യം മോക്കറിയാക്കുന്ന വോട്ടുകള്ളൻ കൂട്ടത്തിന്റെ മാഫിയ സംഘത്തിന്റെ മൂർധാവിൽ പോയി മുറിവേൽപ്പിച്ച് പതിക്കലാണ് രാഹുൽ ബ്രാൻഡ് വാക്കസ്ത്രങ്ങൾ. മുഴുത്തൊരെണ്ണമെന്ന് വീരുന്നുണ്ട് സാംസ്കാരിക നഗരിയിൽ. ആ തൃശ്ശൂരിൽ രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ലാത്ത രാവണൻ കോട്ടകളിൽ ഒരു ചേച്ചി പേടിക്കാതെ പറഞ്ഞതാണ്, എന്റെ അഡ്രസ്സിൽ ഞാൻ അറിയാതെ ചേർത്തത് 9 കള്ളവോട്ടാണ്. അതിലൊന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡ്രൈവർ അജയകുമാർ. ഉഡായ്പെന്ന് പറഞ്ഞാൽ പോരാ, ഫോർജറിയാണ്, കുറ്റവാളിപ്പണി. കേസെടുക്കാൻ കേരള പോലീസിന് പേടിയെന്തിനാ? മുട്ടുപറയുണ്ടോ? IMBയുടെ സഹോദരന്റെ കുടുംബം, വീട്ടിലെ വളർത്തുപട്ടി ഉണ്ടെങ്കിൽ അതൊഴിച്ച് ബാക്കി എല്ലാവരും, RSS നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ, എവിടെയൊക്കെയോ പ്രവർത്തകർ ദേശാടനക്കിളികൾ പോലെ പറന്നുവന്ന് കാര്യസാധ്യം പൂർത്തിയാക്കി ഉഡായ്പ വഴിയിൽ മണ്ടി പറന്നുവെന്നാണ്. അധർമ്മ വഴികളിൽ, അധമപ്പണികളിൽ കേന്ദ്രത്തിലേക്ക് ഫ്ലൈറ്റ് എടുത്തുവെന്ന ആരോപണത്തിന് വ്യാജ വോട്ട് കണ്ടുപിടിച്ചെങ്കിൽ പോയി തൂങ്ങിച്ചത്തൂടെ എന്ന് സുരേന്ദ്രന്റെ നിലവാരം കെട്ട മറുപടി മതിയാവില്ല. കമാന്ന് മിണ്ടാട്ടമില്ലാത്ത ആ കേന്ദ്രമന്ത്രിയുടെ ഒളിച്ചോട്ടം നാണക്കേട് BJPക്കല്ല, കേരളത്തിനാണ്, ഈ രാജ്യത്തിനാണ്. ഇല്ലാത്ത മറുപടിയിൽ മാധ്യമപ്രവർത്തകരുടെ കയ്യേറ്റം ചെയ്യൽ, താടിയിലെ പൂട പറിച്ച് കാണിച്ച ഷോ ഓഫ് അടക്കം കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? എന്തെങ്കിലും പറ സാറേ. ആ വോട്ട് തട്ടിപ്പാരോണത്തിൽ 2 വാക്ക്. ധർമ്മസ്ഥലയിലെ അസ്ഥികൂടം കണക്കെ പൂച്ചം ദേശീയ മാധ്യമങ്ങൾ വായിലങ്ങ് പിരിവെട്ടിയിരിപ്പാണെങ്കിലും ആ രാഹുൽ പ്രഹരത്തിൽ മറുപടിയില്ലാത്ത 6-ാം നാൾ ഏതോ കാലത്തെ 80-ലെ ജാതകവും പൊക്കിപ്പിടിച്ചാണ് ഉത്തരമുട്ടിയ വെപ്രാളപ്പണി. ആ വാട്ടബൌട്ടറി കൊഞ്ഞനംകുത്തിൽ അടങ്ങിക്കോണം രാഹുലും സംഘവും, ഇല്ലെങ്കിൽ ദേശ് കെ ഗദ്ദാർ എന്നൊക്കെ പറഞ്ഞ് താക്കൂർ സാർ പഴയ വെറുപ്പിന്റെ തോക്കെടുത്ത് ഇറങ്ങും. ഉളുപ്പില്ലാത്ത വിഷം തുപ്പും ഗോലി മാരോ സാലോം ഗോ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി. സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ്. ആ തെറ്റായ രീതിക്ക് രാഷ്ട്രീയമായ ഉത്തരം പറയേണ്ടത് BJPക്കാരാണ്. അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട്. അവരത് പറഞ്ഞേ മതിയാവും. സന്ദീപ് വാര്യർ, CH സലാം, CTP ജയന്തൻ മാസ്റ്റർ എന്നിവർ ചർച്ചയിലേക്ക് വരും മുൻപ് സുരേഷ് ഗോപിക്ക് ഇതിൽ മറുപടി പറയാൻ അറിയാത്തതല്ല, അദ്ദേഹത്തിന്റെ ചില മറുപടികളിലേക്ക്. BJP അധ്യക്ഷൻ താങ്കളുടെ നിലപാട് തള്ളിയിരിക്കുകയാണ്. അല്ലാതെ ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിംഗ് ആണ്. അത് അന്നേരം നടക്കും. ഉന്നം വെച്ച് ചോദിക്കരുത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. സിക്കിം സർക്കാരാണ് അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത്. അവരുടെ പറയും. TP ജയന്തൻ മാസ്റ്റർ, അപ്പോൾ സുരേഷ് ഗോപിക്ക് മറുപടി പറയാൻ അറിയാത്തതല്ല. ഇനി മറുപടി ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷോ ഓഫ് പിള്ളേർ മാധ്യമപ്രവർത്തകരെ പിടിച്ച് തള്ളലോ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പരിപാടി കാണിക്കാൻ അറിയാത്ത ആളല്ല. എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായ ആരോപണത്തിൽ നമ്മുടെ കേന്ദ്രമന്ത്രിക്ക് കമാന്നൊരു മറുപടി ഇല്ലാത്തത്? TP ജയന്തൻ മാസ്റ്റർ. അല്ല, അദ്ദേഹം മറുപടി പറയേണ്ടതിൻ്റെ ആവശ്യകതയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അല്ല, സത്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഗംഭീരമായൊരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടല്ലോ. അല്ല കാശ്മീർ, നിങ്ങൾക്ക് എന്താ ഒന്ന് കോടതിയിൽ പോയാൽ ഈ രാജ്യം അങ്ങ് ശുദ്ധീകരിച്ചുകൂടെ? ഞങ്ങളും സഹകരിക്കാം. ഞങ്ങൾ ആ സഹകരണം തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ചർച്ചയൊക്കെ എവിടെയായിരുന്നു? നോക്കൂ, ഈ രാജ്യത്ത് 1960 ചുവട് പിടിച്ചുകൊണ്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ശുദ്ധീകരണം ആവശ്യമുണ്ട് വോട്ടർ ലിസ്റ്റിൽ.
ആ ശുദ്ധീകരണ പ്രക്രിയയാണ് ബീഹാറിൽ ആരംഭിച്ചിരിക്കുന്നത്. അതിനുള്ള നിലപാട് എന്താണ്? അവസാനം കോടതിയിൽ പോയി, കോടതി എടുത്ത് തോട്ടിൽ കളഞ്ഞോ? ഇല്ല, ഇനി നിങ്ങൾ തൊട്ടിക്കളഞ്ഞില്ല. പറഞ്ഞു ആര് തൊട്ടിക്കളഞ്ഞു? ബോംബ് പൊട്ടി തുടങ്ങിയത് ഇല്ല, തൊട്ടിക്കളഞ്ഞില്ല. കേട്ടില്ല. SIR ആണ് ഉദ്ദേശിക്കുന്നത്, തൊട്ടിക്കളഞ്ഞിട്ടില്ല. അല്ല, എവിടെ എത്തി കോടതിയിൽ പോയ കാര്യം? സാറേ, SIR-ൽ ആള് മരിച്ചു എന്ന് പറഞ്ഞ ഒരു വോട്ടർ അവിടെ സുപ്രീം കോടതിയിൽ പുനർജനിച്ചു. ഇന്നും വാദം തുടരുക. എന്നിട്ട് വാദം തുറന്നു. ഗവൺമെന്റ് നിലപാട് ശരിവെച്ചോ? ഇല്ല, ഒന്നും നിലപാട് ശരിവെച്ചോ? ഇല്ല, വിധി ആയിട്ടില്ലെന്ന്. വിധി വരട്ടെ. അല്ല, കോടതി ഇടക്കാലത്ത് ഇല്ല, വിധി വരട്ടെ. വളരെ വാദം കേട്ടോണ്ടിരിക്കുകയല്ലേ. അല്ല, യോഗേന്ദ്ര യാദവിനെ അഭിനന്ദിച്ചു കോടതി. കാര്യം വളരെ ഭംഗിയായി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ യോഗേന്ദ്ര യാദവിനെ അഭിനന്ദിച്ചു കോടതി. തൊട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല. അതിപ്പോ ഞാനും അഭിനന്ദിക്കും ഹാഷ്മിയെ. ഹാഷ്മി വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. താങ്ക് യു സാർ. ഞാൻ പറഞ്ഞതല്ല. താങ്ക് യു. ഞാൻ പറഞ്ഞതല്ല. തൊട്ടിക്കളഞ്ഞിട്ടില്ല. നമ്മുടെ വിഷയം SIR അല്ല. അല്ല, നമ്മുടെ വിഷയം SIR. നമ്മുടെ വിഷയം SIR അല്ല. നമ്മുടെ വിഷയം തൃശ്ശൂരാണ്. SIR-ലേക്ക് വരാം, അടുത്ത ഘട്ടത്തിൽ വരാം. സുരേഷ് ഗോപി എന്തായാലും മിണ്ടണ്ടേ സാറേ? ശരി, ഓക്കെ. അല്ല, സുരേഷ് ഗോപി ഉണ്ടല്ലോ. ഞാൻ ഹാഷ്മിയോട് പറഞ്ഞില്ലേ, ഹാഷ്മിക്ക് വേണമെങ്കിലും ഒന്ന് കോടതിയിൽ പോകാം. ഹാഷ്മി, ഈ രാഹുൽ ഗാന്ധി 90ഓളം തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോരോ ന്യായങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒന്നിന് അദ്ദേഹം ഉറച്ചു നിൽക്കുകയോ മുന്നോട്ട് പോവുകയോ ഉണ്ടായിട്ടുണ്ടോ ഹാഷ്മി? EVM-നെ കുറിച്ച് പറഞ്ഞു. EVM-നെ കുറിച്ച് പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ക്ഷണിച്ചു. ഇദ്ദേഹം പോയോ? പെഗാസസിനെ കുറിച്ച് പറഞ്ഞു. പരിശോധിക്കാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തോ ഹാഷ്മി? ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. പോയോ ഹാഷ്മി? ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് അദ്ദേഹത്തൊന്ന് കോടതി പോകാൻ പറഞ്ഞു. എന്താ ഹാഷ്മി അയാൾ പോവാത്തത്? ഇത്രയും വലിയ ശുദ്ധീകരണത്തിനും രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിനും ഒക്കെ വെളുപ്പിച്ചെടുക്കാൻ ഹാഷ്മിയെ പോലെ തന്നെ കഷ്ടപ്പെടുന്ന ആ നേതാവ് എന്താ EVM പരിശോധിക്കാൻ പോവാഞ്ഞത്? എന്തേ പെഗാസസിന്റെ ഫോൺ കൊടുക്കാഞ്ഞത്? എന്താ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കേസിന് പോവാത്തത്? ഞാൻ ഹാഷ്മിയോട് വിനയപൂർവ്വം പറയുന്നു, ഹാഷ്മിയെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകന്റെ നിതാന്തമായ ജാഗ്രതയും താങ്കളുടെ ജനാധിപത്യത്തോടുള്ള BJP വിരുദ്ധതയിൽ നിന്ന് അപ്പുറത്തുള്ള താങ്കളുടെ ആത്മാർത്ഥതയും ഞാൻ ബഹുമാനിക്കുന്നു. അല്ല, നമുക്കൊന്ന് കോടതിയിൽ പോയിക്കൂടെ വിഷയം വെച്ചിട്ട്? എന്താ അതിന് ധൈര്യം കാണിക്കാത്തത്? നിങ്ങളുടെയൊക്കെ ഈ ബഹളം. എന്റെ ചോദ്യം അവിടെ പൂങ്കുന്നത്തെ ഫ്ലാറ്റ്, പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് 4C, അവിടെ നമ്മുടെ ആ വീട്ടമ്മ പറഞ്ഞ ഈ അഡ്രസ്സാണ്. ആ അഡ്രസ്സിൽ 9 പേർ കള്ളവോട്ട് ചേർത്തു. അതിലൊരു കള്ളവോട്ടുകാരൻ്റെ പേര് അജയകുമാർ എന്നാണ്. അത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ്. ഫോർജറിയാണ്, തട്ടിപ്പാണ്. കേസെടുക്കണ്ടേ അതിൽ? സുരേഷ് ഗോപി പറയണ്ടേ? ഒന്നും മിണ്ടണ്ടേ? ഹാഷ്മി, രമേശ് ചെന്നിത്തലയ്ക്ക് അല്ല ഇരിക്കട്ടെ നീ. അല്ല, ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് 2 വോട്ടുണ്ട് സ്ഥലത്ത്. എവിടെയൊക്കെ? ഹരിപ്പാടുമുണ്ട്, തൃപ്പൂരുണ്ട്. എന്താ ഫോർജറി ആണോ ഇത്? അല്ല, അത് ഫോർജറിയാണ്. ഇല്ല, അല്ലല്ല, അത് ഫോർജറിയാണ്. അല്ല, അത് ഫോർജറിയാണ്. അല്ല, എന്റെ ചോദ്യം ഇല്ലാത്ത മേൽവിലാസമാണ്. അങ്ങനെ വിലാസം ഇല്ല അവിടെ പൂങ്കുന്നത്ത്. എങ്കിൽ ഇതാ ഹാഷ്മി ഇവിടെ വരൂ. ഹാഷ്മി, അല്ല ഹാഷ്മിയോട് ഞാനൊരു കാര്യം വിനയത്തോടെ പറയട്ടെ. എന്നെ എതിർക്കാൻ നിങ്ങൾ 3 പേരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 30 മിനിറ്റ് അനുവദിച്ചാൽ എനിക്ക് കിട്ടിയ 10 മിനിറ്റ് ആയിരിക്കും. ഓരോ തവണയും ഹാഷ്മി എന്റെ ചങ്ക് കയറി പിടിച്ചാൽ എന്റെ സമയം വീണ്ടും. ഒരുപക്ഷെ ഞാൻ പൂർണ്ണമായ വാദം നിർത്തി അവതരിപ്പിച്ചാൽ, അല്ല പൂർണ്ണമായ വാദം അവതരിപ്പിച്ചാൽ എന്നെ കൗണ്ടർ ചെയ്യാൻ മാത്രമുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നെ തടസ്സപ്പെടുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? ഞാൻ നിങ്ങളെ എൻ്റെ കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുന്നു മിസ്റ്റർ ഹാഷ്മി. നോക്കൂ, കോഴിക്കോട്ട് പുത്തൂര് 4/500 320 വീട് ഒരു വീട്ടിൽ. എന്താ ഹാഷ്മിയുടെ നിലപാട്? മാറാട്, താങ്കളെ ഞാൻ പരിചയപ്പെടുത്തുന്നല്ലോ, മാറാട് 49/49 327 വോട്ട്. പുത്തൂര് മറ്റൊരു നമ്പർ, നേരത്തെ ഞാൻ പറഞ്ഞത് 4/500 ആണേ. അതേ പുത്തൂരിൽ 4/400 248 വോട്ട്. 3/418 196 വോട്ട്. 0 വീട്ട് നമ്പർ. കഴിഞ്ഞ ദിവസം ഹാഷ്മി ഇങ്ങനെ തിളച്ച് മറിയായിരുന്നു. ഹാഷ്മി, കോഴിക്കോട്ട് 0 നമ്പറിൽ എന്റെ മാഷെ നമ്മൾ ഒരു കാര്യത്തിനാ പറയുന്നേ. 1058 വോട്ട് ഹാഷ്മി. മാഷും രാഹുൽ ഗാന്ധി പറഞ്ഞ ഒന്ന് തന്നെ, വോട്ട് ചോരി ഉണ്ടെന്നാ പറയുന്നേ. അത് അന്വേഷിക്കണമെന്നാ പറയുന്നേ. ഈ മാഷ് TP കേന്ദ്ര മാഷ് അങ്ങ് അക്കവിട്ട് പറയുന്നത് വോട്ട് മോഷണം ഉണ്ട്, വോട്ട് ഉടായ്പുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അടിവരയിടുക താങ്കൾ ഓരോരോ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളിലൂടെ. നല്ല കാര്യമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ഈ തട്ടിപ്പിൽ. ഹാഷ്മി, നുഴഞ്ഞുകയറ്റക്കാരും തട്ടിപ്പുകാരും വോട്ടർ ലിസ്റ്റിൽ കയറി പറ്റുന്നുണ്ട്. അതാണ് അജയകുമാർ, സുരേഷ് ഗോപി ഡ്രൈവർ തട്ടിപ്പ് കാണിച്ചാണ് അവിടെ.
ഞാൻ അല്ല, ഹാഷ്മിക്ക് എന്താ ചിലത് മാത്രം കാണുന്നത്? ഹാഷ്മി ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾ പൗരത്വം കിട്ടാത്ത കാലത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് എന്താണ് ഹാഷ്മി? 80-ലെ കാര്യമാണ് ഇന്ത്യൻ പറയുന്നത്. പൗരനല്ലാത്ത ഒരാൾ ഏത് കാലം? 80-ലെ കാലം. എന്റെ പൊന്നു മാഷെ, താക്കൂർ, അനുരാഗ് താക്കൂർ വിട്ടേക്ക്, അദ്ദേഹത്തിന് പക്വതയില്ല. അങ്ങ് അതുപോലെയാണോ? അനുരാഗ് താക്കൂറിനെ വിട്ടേക്ക്. അങ്ങ് കുറച്ച് പ്രായമുള്ള, അങ്ങ് കുറച്ച് പക്വതയുള്ള രാഷ്ട്രീയ നേതാവല്ലേ മാഷെ? താക്കൂർ പറയുന്ന കാര്യമൊക്കെ എടുത്ത് ഇവിടെ ഒന്ന് പറയാവോ? നിങ്ങൾ ആരാ? അല്ല അതാരാന്നറിയോ നിങ്ങൾക്ക്? താക്കൂർ ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ പൗരനാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഹാഷ്മിയെ പോലെ വ്യാജ ചമ്പോല നിർത്തിയ ചാനലിൽ നിന്നുള്ള വർത്തമാനമല്ല, മരമുറി ചാനലിലെ സംസാരമല്ല, ഉത്തരവാദപ്പെട്ട പൊസിഷനിലാണ് അയാൾ അങ്ങനെ പുച്ഛിക്കരുത് നിങ്ങൾ. ഇല്ല, ഞാൻ പുച്ഛിച്ചല്ല. ഞാൻ പറഞ്ഞത് പ്രായം, നമ്മൾ പ്രായം, ഇപ്പൊ എന്നേക്കാൾ പക്വത മാഷ്ക്കുണ്ട്. കാര്യം എന്താണ്? എന്നേക്കാൾ പ്രായമുണ്ട്. പ്രായം കൂടി വരുമ്പോ പക്വത ഉണ്ടാവും. ഞാൻ പറഞ്ഞത് അനുരാഗ് താക്കൂർ ഉത്തരം മുട്ടി 80-ലെയും 83-ലെയും ജാതകം എടുത്തുകൊണ്ട് വരുന്നത് മാഷ് ഇവിടെ കൊണ്ട് പറയാവോ? ഹാഷ്മി അത് മാത്രമല്ല, ഞാൻ ഇപ്പോഴത്തെ ജാതകം പറഞ്ഞു. ആ ജാതകത്തിൽ ഹാഷ്മിക്ക് എന്താ ഉത്തരമില്ലാത്തത്? അല്ല, ഉത്തരവില്ലാത്ത സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവർ അജയകുമാർ ക്രിമിനൽ പണി കാണിച്ചു ഇല്ലേ? അദ്ദേഹത്തിന്റെ ഡ്രൈവർ അജയകുമാർ ക്രിമിനൽ പണി കാണിച്ചു. ഇപ്പൊ കേരള പോലീസ് കേസെടുക്കാത്ത അവരുടെ കഴിവുകേട്. അല്ല, ഹാഷ്മിക്ക് ഒരു കാര്യം ചെയ്യും. അല്ല, ഹാഷ്മി പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയല്ലേ ഇവരൊക്കെ? പഴയ കാലത്ത് ഇവരുടെ കൂടെ നടന്ന ആളല്ലേ? ആ ബീജം, ആ ഓവേശമൊന്നും ഇപ്പോഴും തടഞ്ഞിട്ടില്ലല്ലോ. എന്തേ ഒരു കേസ് എടുക്കാത്തത്? നേരിട്ട് കോടതിയിൽ പോയിക്കൂടെ ഹാഷ്മി നിങ്ങൾക്ക്? എന്തേ ഹാഷ്മിക്ക് ഇത് ശുദ്ധീകരിക്കാൻ? കോടതി അത് ആർക്കും പറയാൻ ഉത്തരവല്ലേ? ബിജെപി വിരോധം, ഉത്തരം മുട്ടുമ്പോ ആർക്കും പറയാം കോടതി പൊക്കൂടെ, കേസ് കൊടുത്തൂടെ, ആർക്കും പറയാവുന്ന കാര്യം. എന്റെ ചോദ്യം ബാക്കിയൊക്കെ വിട്ടേക്ക്. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഇല്ലാത്ത മേൽവിലാസത്തിൽ ഒരു വീട്ടമ്മയുടെ കള്ളവിലാസത്തിൽ അദ്ദേഹം ഫോർജറി ഉണ്ടാക്കി, അദ്ദേഹം ക്രമക്കേട് നടത്തി. അതിൽ കേസ് എടുക്കണമെന്ന് മാഷ് നിലപാടുണ്ടോ? ടി പി കേന്ദ്ര മാഷ്? അല്ല, അങ്ങനെ ബോധ്യപ്പെട്ടവരല്ലേ കേസിന് പോകേണ്ടത്? ഞങ്ങൾ ഹാഷ്മിയോട് ഞാൻ നിരവധി തവണ പറഞ്ഞു, 2,79,799 പേർക്കെതിരെ ഞങ്ങൾ നടപടി ആരംഭിച്ചു. കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഞങ്ങൾ ചാനലിൽ വന്നു. ഒരു ചാനൽ മുതലാളിയുടെയും ഔദാര്യത്തിലല്ല. 89-ന് വോട്ട് തോൽപ്പിച്ചപ്പോൾ 6,000 വോട്ടിന്റെ കള്ള വോട്ട് കോടതിയിൽ പോയ ഹാഷ്മി തെളിയിച്ചത്. എന്തേ കോൺഗ്രസ്സുകാർക്ക് എന്താ ഇതിന് ഇത്ര ധൈര്യമില്ലാത്തത്? ഇവിടെ കടന്ന് വായ അലയ്ക്കുന്നവരെന്താ നിയമം സ്വീകരിക്കാത്തത്? ചരിത്രം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ വായയെ കയറും. നിരന്തരമായി വോട്ട് തട്ടിപ്പും ഈ കാര്യം. 90 തെരഞ്ഞെടുപ്പ് തോറ്റു ഹാഷ്മി. 90 തെരഞ്ഞെടുപ്പ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ന്യായം പറഞ്ഞു ഇല്ലേ? ഇന്നിപ്പോ ഹാഷ്മിയുടെ മുമ്പാകെ ഞാൻ പറ്റണോ? നോക്കൂ, തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാവ്, മുൻ DCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, കോൺഗ്രസ്സുകാരെ തോൽപ്പിച്ചത് BJP അല്ല. ആരെ പേര് ഞാൻ പറയണോ? കൃത്യമായി പറഞ്ഞിരിക്കുന്നു, നടപടിയെടുത്തിരിക്കുന്നു. പൂരം കലക്കി പറഞ്ഞു. ഇത് രണ്ടു കൂട്ടർ നിങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്ന ഒറ്റ അജണ്ടയാണ് നിങ്ങൾക്കുള്ളത്. BJP വിരോധം. ഇല്ല, ഇത് BJP വിരോധത്തിന് കാര്യമൊന്നുമില്ല. ഇത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. താങ്കൾ പറഞ്ഞില്ലേ, താങ്കൾ പറഞ്ഞു രാഹുൽ ഗാന്ധിക്കൊപ്പം ചേർന്ന് ജനാധിപത്യം ശുദ്ധീകരിക്കാൻ ഹാഷ്മി. ഞാൻ തൊപ്പിലെ പൊന്തുവല എടുക്കുന്നു, ഞാൻ ബഹുമതിയെ എടുക്കുന്നു. കാര്യം ഈ പൗരൻ, നമ്മൾ ഈ രാജ്യം ജനാധിപത്യം അങ്ങേയറ്റം നാൾക്ക് നാൾ ബലപ്പെടണം, ആരട്ടിമറിക്കാൻ നോക്കിയെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. അതിനുവേണ്ടി അതിനെ ശുദ്ധീകരിക്കാൻ വാക്കുകൊണ്ട് കഴിയുന്നെങ്കിൽ ഇപ്പൊ കോടതി പോകാനൊക്കെ നമ്മൾ പാവം സാധു മനുഷ്യൻ പറ്റില്ലല്ലോ, നമ്മളൊരു പാവം പറ്റില്ല. ഞാൻ പറയുന്നത് ആ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ കൂട്ടുനിൽക്കുന്നു പറഞ്ഞാൽ ഞാനത് ബഹുമതി എടുക്കുന്നു. മാഷ് പരിഹാസം പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. സന്ദീപ് വാര്യർ, താങ്കൾ ഫേസ്ബുക്കിൽ എഴുതുകയാണ്, മഞ്ചേശ്വരത്ത് കള്ളവോട്ടുണ്ടെന്ന് ആരോപിച്ച് സുരേന്ദ്രൻ തൂങ്ങിച്ചെത്തോ? ഇല്ല. പിന്നെ എന്ത് ചെയ്തു? കേസ് പിൻവലിച്ച് കണ്ടം വഴി ഓടി എന്ന് പറയുന്നതൊക്കെ സത്യം പറഞ്ഞ നിലവാരം എന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രനോട് ചോദ്യം ചോദിക്കുമ്പോഴേക്കും, ഗുരുതരമായ ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഒന്നിനും മറുപടി ഇല്ലാതെ ഇത്രയും കള്ളവോട്ട് കണ്ടില്ല പോയി തൂങ്ങിച്ചത്തൂടെ? കുറുനരിയല്ല, നരി, ഓരിയിടൽ, എന്തൊക്കെയോ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വാക്ക് നിലവാരം പോലെ ആവണോ എന്ന് ആലോചിക്കൂ. അത് ഞാൻ നോക്കിയ പോസ്റ്റ് അതല്ല. ഞാൻ നോക്കിയ പോസ്റ്റ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ചെയ്തത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. മലപ്പുറം തിരൂരിൽ വോട്ടുണ്ടായിരിക്കെ മറ്റൊരു ID പ്രൂഫ് ഉണ്ടാക്കി തൃശ്ശൂരിൽ പൂങ്കുന്നം കൗൺസിലർ കൂടിയ ജില്ലാ ഭാരവാഹിയുടെ വീട്ടിൽ വോട്ട് ചേർത്തിരിക്കുന്നു. ജില്ലാ ഭാരവാഹിയുടെ വീട്ടിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൃത്താലയിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന ബന്ധുവും കുടുംബാംഗങ്ങളും അടക്കം വ്യാജ വോട്ടുകൾ പെരുമഴയാണ്. കാസർഗോഡുള്ള വോട്ടുകളടക്കം പൂങ്ങു ചേർത്തിരിക്കുകയാണ്. ജില്ലാ ഭാരവാഹിയുടെ ഭർത്താവിന്റെ സഹോദരൻ കാസർഗോഡ് കുട്ടു LP സ്കൂളിലെ 46 ബൂത്ത് വോട്ടർ പട്ടികയിൽ പേരുള്ള ആശിഷ് D തൃശ്ശൂർ ടെമ്പിൾ ടവർ ഫ്ളാറ്റിലും വോട്ട് ചേർത്തു. ഇരട്ട വോട്ടും ഇരട്ട ID കാർഡും ഉണ്ട്. ക്രിമിനൽ കേസെടുത്ത് ശിക്ഷ നൽകേണ്ട ഗുരുതരമായ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഈ ഇരട്ട ID കാർഡ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ 2 എപ്പിക് നമ്പർ ഉണ്ടോ? ഉത്തമ ബോധത്തിൽ പറഞ്ഞാണോ അത് സന്ദീപ്? അതെ.
അശ്മി, ഞാൻ എഴുതിയ ഓരോ വാക്കുകളും വാചകങ്ങളും ഉത്തമമായ ബോധ്യത്തോടെയും കൃത്യമായിട്ടുള്ള അന്വേഷണവും നടത്തിയിട്ട് മാത്രം എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് നിയമ നടപടി സ്വീകരിക്കാമല്ലോ. ഇപ്പോൾ ജയേന്ദ്രൻ മാഷ് ആവർത്തിച്ച് പറയുന്നത് പോലെ ഇല്ലെങ്കിൽ കോടതിയിൽ പോകൂ എന്ന് നമുക്കും പറയാലോ. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താ? രാഹുൽ ഗാന്ധി ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തി. ആ വെളിപ്പെടുത്തൽ ഇന്ന് രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യർ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലിന് അനുകൂലമായി രാജ്യത്ത് വലിയൊരു തരംഗം ഉണ്ടായി, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ. ഈ BJP, പ്രത്യേകിച്ച് കേരളത്തിലെ BJP നേതാക്കളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം അവർക്ക് കേരളത്തിലെ യങ് മൈൻഡിന്റെ ഒരു അല്ലെങ്കിൽ രാജ്യത്തെ ചെറുപ്പക്കാരുടെ ഒരു മനസ്സ് അവർക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, കേരളത്തിലെ BJP ഇൻസ്റ്റാഗ്രാമിൽ വളരെ ഇനാക്റ്റീവാണ്. ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെയുള്ള ഏറ്റവും പുതിയ നവമാധ്യമങ്ങളിൽ, ഏറ്റവും ചെറുപ്പക്കാർ ഏറ്റവും സജീവമായ നവമാധ്യമങ്ങളിലൊക്കെ ഇന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ആക്ഷേപവും ആരോപണവും നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയത്തിൽ തീരെ ആക്റ്റീവ് അല്ലാത്ത ചെറുപ്പക്കാർ വളരെ ഏറ്റെടുത്തിരിക്കുകയാണ്. അത്തരത്തിലൊരു വലിയ ഒരു സാഹചര്യം ഇന്ന് രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട്, രാജ്യത്തെമ്പാടും രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് ഇത് മാറിയിരിക്കുന്നു. വോട്ട് ചോരി വെബ്സൈറ്റിലേക്ക് ഓരോ ദിവസവും പിന്തുണയായി കോടിക്കണക്കിന് മനുഷ്യർ കടന്നു വരുന്നു, പിന്തുണ വരുന്നു, സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുണ വരുന്നു. ഈ ഗോദി മീഡിയയുടെ ഒളിച്ചുവെക്കലുകൾക്ക് പോലും കഴിയാത്ത വണ്ണം നരേന്ദ്രമോദിയെ രക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ഒരു ആരോപണത്തിന്റെ വ്യാപ്തി വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു വിറളി പിടിക്കലാണ് ഇന്ന് കേന്ദ്രം മുതൽ കേരളം വരെയുള്ള BJPക്കാർക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും കാലം അവർ കരുതിയിരുന്ന അവർ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഒരു വലിയ എക്സ്പോസ് നടത്തുന്നതോടുകൂടി നരേന്ദ്രമോദിയുടെ ക്രെഡിബിലിറ്റി, ഒപ്പം ഇലക്ഷൻ കമ്മീഷന്റെ ക്രെഡിബിലിറ്റി പരിപൂർണമായിട്ടും അറ്റ് സ്റ്റേക്കിലാണ്, സംശയത്തിന്റെ നിഴലിലാണ്. അത് തന്നെ രാജ്യത്ത് വലിയ തോതിൽ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടും അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുമുള്ള ഒരു വികാരം ചെറുപ്പക്കാർക്കിടയിൽ പ്രത്യേകിച്ച് സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ വല്ലാത്തൊരു അങ്കലാപ്പിലാണ് 10 വർഷക്കാലത്തിലധികം ഭരണത്തിലിരുന്ന ശേഷം ഞങ്ങൾ ഇതാ ഇറങ്ങിപ്പോകാൻ സമയമായി എന്ന് BJPയുടെ നേതാക്കന്മാർക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ അങ്കലാപ്പിലാണ് ഇപ്പൊ പറയുന്നത്, നിങ്ങൾ കോടതിയിലേക്ക് എന്താ പോകാത്തത്, 80-ൽ അത് ചെയ്തില്ലേ, 80-ൽ ഇത് ചെയ്തില്ലേ, വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുകയാണ്. ഇവിടെ ഇന്ന് രാവിലെ ഞാൻ ഇട്ട പോസ്റ്റിനെ കുറിച്ച് ഹാഷ്മി പറഞ്ഞല്ലോ, എന്തിനാണ് ആ നിലവാരത്തിലുള്ള പോസ്റ്റ് ഇട്ടത് ചോദിച്ചല്ലോ. ഈ കേരളത്തിലെ BJPയുടെ പ്രധാനപ്പെട്ട കഴിഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്, പോയി തൂങ്ങിച്ചത്തോന്ന്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. 60,000 കള്ളവോട്ട് ഞങ്ങൾ ചേർത്തപ്പോൾ നിങ്ങൾ എവിടെ നോക്കിയിരിക്കുകയായിരുന്നു, നിങ്ങൾ പോയി തൂങ്ങിച്ചാവ് എന്ന് അയാൾ പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടാണ് മാധ്യമങ്ങളിലൂടെ. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ ഈ മഹാൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുമ്പോൾ 15,000 കള്ളവോട്ടുണ്ടായിരുന്നു എന്നാണ് ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ അന്ന് തൂങ്ങിച്ചാവണ്ടേ? അന്ന് തൂങ്ങിച്ചാവണ്ടേ? അതിനുശേഷം ഒരുപാട് കാലം കേസ് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയല്ലോ. എന്തേ കേസ് പിൻവലിച്ച് പോയത്? അതിന് പുറകിൽ നടന്നൊന്നും എന്നെ കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കണം. കാരണം അന്നത്തെ കാലത്ത് ഞാൻ BJPയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാനിപ്പോൾ പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കൃത്യമായിട്ട് പറയാം, ഈ ജനങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴും അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും കലർന്ന മറുപടികൾ നൽകുന്ന BJPയുടെ നെറികെട്ട നേതൃത്വത്തോട് എൻ്റെ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എന്നുള്ള പ്രതികരണമായിരുന്നു. 1. 2, അങ്ങ് ചോദിച്ച കാര്യം, ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഈ വ്യാപകമായിട്ടുള്ള കള്ളവോട്ട് ചേർക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BJP നിൽക്കുന്ന സമയത്ത്, ഞാൻ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് BJPയിലാണ് ഉണ്ടായിരുന്നത്. ഞാനും ജയേന്ദ്രൻ മാസ്റ്ററും വയനാട് ചാർജ് ഉണ്ടായിരുന്ന ആളുകളാണ്. ഞങ്ങളാരും വയനാട്ടിലെ ബത്തേരിയിൽ വോട്ട് ചെയ്തിട്ടില്ല. ഈ സുരേന്ദ്രൻ പറയുന്ന ഗണപതി വട്ടത്ത് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കൽപ്പറ്റയിൽ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ എവിടെയാണ് വോട്ട് ചെയ്തത്? ഇലക്ഷൻ ആയപ്പോൾ ഞാനും ജയേന്ദ്രൻ മാഷും ചുരം ഇറങ്ങി. ജയേന്ദ്രൻ മാഷ് കോഴിക്കോട്ടേക്കും പോയി, ഞാൻ പാലക്കാട്ടേക്കും പോന്നു. ആണല്ലോ മാഷെ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സ്ഥലത്ത് പോയി വോട്ട് ചെയ്തു. പക്ഷേ ഈ BJPയുടെ നേതാക്കന്മാരും BJPയുടെ പല ഭാഗങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളടക്കം എങ്ങനെയാണ് ഈ ദേശാടന കിളികൾ, ഇപ്പോൾ സൈബീരിയയിൽ നിന്ന് ചില പറവുകൾ ചില പ്രത്യേക സമയത്ത് കേരളത്തിലേക്ക് വരാറുണ്ടല്ലോ, അതുപോലെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ തൃശ്ശൂരിലേക്ക് ലാക്കാക്കിയിട്ട് എങ്ങനെയാണ് BJPയുടെ നേതാക്കന്മാരൊക്കെ പറന്നു വന്ന് അവിടെ വോട്ട് ചേർത്തത്? അത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമല്ലേ? 1ഉം 2ഉം അല്ല, ആയിരക്കണക്കിന് അതിന്റെ തെളിവുകളാണ് പുറത്തു വന്നത്. ഇപ്പൊ ഹാഷ്മി ആദ്യം ചോദിച്ച ചോദ്യമുണ്ട്, അവിടെ ഒരു വീട്ടമ്മയ്ക്ക് അറിയില്ല ആ തന്റെ വീട്ടിനകത്ത് 9 കള്ള വോട്ടുണ്ടായിരുന്ന കാര്യം ആ വീട്ടമ്മയ്ക്ക് അറിയില്ല. മാധ്യമങ്ങൾ അവരുടെ അടുത്ത് പോകുമ്പോൾ എനിക്കറിയില്ല എന്നാ പറയുന്നത്. അങ്ങനെ ഈ 9 പേര് എൻ്റെ വീട്ടിലുള്ളവരല്ല എന്ന് ആ വീട്ടമ്മ പറയുമ്പോൾ ആ വീട്ടമ്മ എന്ന് സുരേന്ദ്രൻ ഡിസ്ക്രെഡിറ്റ് ചെയ്യല്ലേ ചെയ്തത്? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന പറഞ്ഞത്.
ഒരു പാവപ്പെട്ട വീട്ടമ്മ അവരുടെ വീട്ടിൽ വന്ന 9 പേര് ആരാണെന്ന് അറിയില്ല, അങ്ങനെ 9 പേര് എൻ്റെ വീട്ടിൽ താമസിച്ചില്ല, അത് കള്ള വോട്ടാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ, കേരളത്തിന് മുന്നിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന് BJP നേതാക്കന്മാർക്ക് എങ്ങനെയാണ് ഈ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ നുണ പറയാൻ പറ്റുന്നത്? അത് മാത്രമല്ല ആ വീട്ടമ്മ CPM-മാരി എന്ന് പറഞ്ഞത്, ആ വീട്ടമ്മ CPM-മാരി എന്ന് പറഞ്ഞത് അത് ആദ്യഘട്ടത്തിൽ തന്നെ നുണയായിരിക്കും എന്ന് എനിക്ക് വ്യക്തിപര ബോധ്യമുള്ള കാരണം എന്താണ്, നേരത്തെ ഒരു വാർത്ത ചെയ്തപ്പോഴും ഞാൻ ഏതോ പണ്ട് PR ഏജൻസിയിൽ വർക്ക് ചെയ്ത ആളാണ് എന്ന് പച്ചക്കള്ളം ഒരു ഇതുമില്ല പറഞ്ഞ ആളാണ് സുരേന്ദ്രൻ. പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഷേഖ് സലാം ഇവിടെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരുടെ പോലും വേണ്ട പിന്തുണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കൊരു പോരാട്ടം തുടങ്ങി വെച്ചതാണെന്ന് ഞാൻ പറയൂ. കാര്യം എന്താണ്, ഈ പറയുന്ന പേപ്പറൊക്കെ വരുത്തി ഈ പറഞ്ഞ 6 മാസം സമയം എടുത്തുകൊണ്ട് പെർസിവറൻസോടുകൂടി സ്ഥിരോത്സാഹത്തോടുകൂടി ഇത് കണ്ടുപിടിച്ച് ഈ സാധനം വാർത്താ സമ്മേളനം നടത്തി. ഒരു എന്താണ് അത് രാജ്യം ഗൗരവത്തിലെടുത്തതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരും അതിൻ്റെ ഭാഗമാണ്. ആ ഇമ്പാക്റ്റ് തന്നെയാണല്ലോ ഇപ്പോൾ മഹാദേവ്പുരയുടെ ഏതാണ്ട് സമാനം തന്നെയാണ് ഇവിടെ തൃശ്ശൂർ അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇന്നലെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുക, അവിടെ പോയി കരിയോയിൽ ഒഴിക്കുക, അതിനുശേഷം അവരിങ്ങോട്ട് വരിക, അടിയുണ്ടാവുക, ഹോസ്പിറ്റലിൽ പോവുക. സേ ഇല്ല നിൽക്കുന്ന BJPക്ക് CPM ഒരു സേ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ ചെയ്തത്. ഷേഖ് സലാം ഇവിടെ ഒരു ഫോർജറി, ഒരു കള്ളവോട്ട്, ഒരു കൃത്രിമത്വം, ഒരു ക്രമക്കേടുണ്ടെന്ന് പകൽ പോലെ വ്യക്തമായിട്ടും പോലീസ് കേസെടുക്കുന്നില്ല. എന്തോ നിയമോപദേശം തേടുക, പയ്യെടുത്താമെന്നാണ് പറയുന്നത്. എന്തിനാണെന്ന് ഞാൻ മെല്ലപ്പോക്ക് ഷേഖ് സലാം? ഒന്ന് ഹാഷ്മി, നമ്മുടെ ഈ ജനാധിപത്യത്തിൻ്റെ ആ സിസ്റ്റത്തിൽ നമ്മൾ BJP ഗവൺമെൻറ് ഭരിക്കുന്നൊരു ഘട്ടത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഒരുപാട് സമരങ്ങൾ രാജ്യമാകെ നമ്മളാകെ ചടഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. അത് പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ പോലും അവർ ചെയ്തു പോരുന്ന ചില രീതികൾ, എന്താ പറയുക, പാർലമെൻറ്റ് ഉള്ളിൽ പോലും അത് പാലിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ കീഴ്വഴക്കമോ അല്ലെങ്കിൽ ചട്ടങ്ങളോ പോലും പാലിക്കാതെ ഒരു സമീപനം പൊതുവെ സ്വീകരിക്കുന്ന കാണാം. വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ ആ വോട്ടിംഗ് അനുവദിക്കാത്ത സ്പീക്കറെ കാണുന്നൊരു ഘട്ടമാണ്. രാജ്യത്ത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നിയമങ്ങളില്ല, ഇങ്ങനെ കീശയെന്ന് പേപ്പർ എടുത്തിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കപ്പെടുന്നൊരു സ്ഥിതിയാണ്. ഇങ്ങനെയെല്ലാം ഒരു ജനാധിപത്യ വിരുദ്ധതയുടെ ഒരു വലിയ അന്തരീക്ഷം നമ്മൾ പ്രകടമായി കുറേ വർഷമായി കാണുകയും അതിനോട് പൊരുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ബേസായിരിക്കുന്ന വോട്ടർ പട്ടിക തന്നെ അട്ടിമറിക്കുന്ന ഒരു സമീപനത്തിലേക്ക് BJP എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവർ പലതരത്തിലേക്ക് നേടിയ രാജ്യത്തെ പിന്തുണ അതുപോലെ തുടരാൻ കഴിയുന്ന സാഹചര്യം മുമ്പോട്ടില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ്. തൃശ്ശൂരിലേക്ക് വന്നാൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അവർ രാഷ്ട്രീയ ബോധം സംഘടിപ്പിച്ച്, ശരിയായ രാഷ്ട്രീയ ബോധം സംഘടിപ്പിച്ച് അവരുടെ രാഷ്ട്രീയ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു സമ്മതം BJP നടത്തി എന്ന് തന്നെയാണ് കൃത്യമായിട്ട് നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ പറ്റുന്ന കാര്യം. ഹാഷ്മി പറഞ്ഞ പോലെ വോട്ട് കൊള്ള നടത്തിയിട്ട് ജയിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നോക്കിയതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന തെളിവുകൾ നോക്കി, ഇതുവരേക്കും വന്ന തെളിവുകൾ നോക്കിയാൽ കാണുന്നൊരു കാര്യം അതാണ്. അതിൽ BJPയും RSSും ഈ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള ഇത്തരം രീതികൾ മാസങ്ങൾ അവർ സമയമെടുത്ത് ഹോംവർക്ക് ചെയ്ത് ഇത്തരം തെറ്റായ രീതി അവലംബിക്കുന്നവരാണ്. ഇപ്പോൾ അവർ നോക്കുന്നൊരു കാര്യം, സ്ഥിരമായി വോട്ട് ചെയ്യാത്ത ആളുകളെ അവർ മാർക്ക് ചെയ്യാറുണ്ട്, സ്ഥിരമായി വോട്ട് ചെയ്യാത്തവർ. എന്നിട്ട് ആ വോട്ടർമാരെ ആ പേര് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നെല്ലാമുള്ള ചില രീതികൾ ഇവരുടെ ഒരു രീതിയാണ്. ഇവിടെ ഇപ്പോൾ ഹാഷ്മി തന്നെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട പൂങ്കുന്നത്തെ ഹരിശ്രീ 30-ാം നമ്പർ ബൂത്തിലെ 58 കള്ളവോട്ട്, അതിൽ ഈ പറഞ്ഞ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റിൽ നേരത്തെ പ്രസന്ന എന്ന് പറഞ്ഞ ആ സ്ത്രീ തന്നെ പറഞ്ഞു, എൻ്റെ അഡ്രസ്സിൽ 9 ആളുകൾ വോട്ട് ചെയ്യാൻ വോട്ടർ പട്ടിക പേരുണ്ടായിരുന്നു, കള്ളവോട്ടാണ് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്, എൻ്റെ വീട്ടിൽ എൻ്റെ വീടിൻ്റെ നമ്പറിൽ 9 ആളെ കൊണ്ട് ചേർത്തിരിക്കുന്നു എന്നല്ലേ പറഞ്ഞൊരു മലയാളം, അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് വോട്ട് ഈ പറഞ്ഞ മാതിരി സംഭവിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ജയചന്ദ്രൻ മാസ്റ്ററും പറഞ്ഞു, അതുപോലെ സന്ദീപ് വാര്യരും പറഞ്ഞു, ഈ 2 പേർക്ക് ഈ കാര്യം തുല്യ ഉത്തരവാദിത്വമില്ലേ? സന്ദീപ് വാര്യർ ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയായിട്ടാണ്, എനിക്ക് തർക്കമില്ല. അദ്ദേഹം നേരത്തെ ഒരു രാഷ്ട്രീയം വിട്ടു വന്നു. പക്ഷേ ഇതൊരു ക്രിമിനൽ ഒഫൻസ് കൂടിയാണ് ഇപ്പോൾ BJP ചെയ്തിരിക്കുന്നത്.
കുറ്റം സലാം ചെയ്യുമ്പോൾ സലാം കൃത്യം എൻ്റെ ചോദ്യം അതാണ്. ആളുകൾ ഇപ്പോ കോൺഗ്രസ് പ്രതിയായി വന്ന സന്ദീപും അല്ല സലാം സലാം ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതിന് കാരണം എന്താണ്? ഇത്രയും ഒരൊറ്റ മണ്ഡലത്തിൽ 1 ലക്ഷം വോട്ട് കള്ളവോട്ട് എന്ന ആരോപണം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ കമാന്ന് മിണ്ടിയിട്ടില്ല. അത് എന്താണെന്ന് പറയാനുള്ള യാതൊരു ഉത്തരവാദിത്വം ഈസി കാണിച്ചിട്ടില്ല. അതിന് പകരം ഇന്ന് വാർത്താസമ്മേളനം നടത്തി BJP ആണ് ഈസിയുടെ വക്താക്കളെ പോലെ. ഈസി ഒന്നും ചെയ്യില്ലെന്ന കാര്യത്തിൽ നമുക്കറിയാം. സംസ്ഥാനത്തിന് ചെയ്യാം. അതിൽ ഈ പറയുന്ന ഇല്ലാത്ത വിലാസത്തിൽ അതിന്റെ വ്യക്തത അവിടെ നിൽക്കട്ടെ. പൂങ്കുന്നത്തെ വീട്ടമ്മ പറഞ്ഞ 9 കള്ളവോട്ടിൽ അവരറിയാതെ നടത്തിയ വ്യാജത്തിൽ സുരേഷ് ഗോപി ഡ്രൈവറുണ്ട്, കേസെടുക്കണം സാറേ. അതിലിപ്പോൾ അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഹാഷ്മി, ഇതിനകത്ത് ഈ നിയമപരമായ എല്ലാ വശങ്ങളും നോക്കി ഇത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ശരിയായ കാര്യമാണ്. എങ്കിൽ മാത്രമേ ഈ കള്ളത്തരത്തെ പൊളിക്കാൻ പറ്റൂ. അത് ഒന്ന് ഇലക്ഷൻ പെറ്റീഷൻ ഈ പറഞ്ഞ പോലെ ലൈവായിട്ടില്ല. എന്നാൽ വോട്ടർ പട്ടിക ചേരുന്ന ആ സന്ദർഭത്തിൽ ഈ ഇതേ വീട്ടമ്മ ഒപ്പിട്ട് കൊടുത്ത പരാതി പോയിട്ടുണ്ട്. അല്ല ഇസ്ലാം ഞങ്ങളിലേക്ക് എത്താം. ഇസ്ലാം താങ്കൾ പറഞ്ഞു വന്നത് ഈ കേസ് കൊടുത്തതിനെ പറ്റിയാണ്. ആ പൂങ്കുന്നത്തെ വീട്ടമ്മ മാത്രമല്ല കേസ് കൊടുത്തത്. KP രാജേന്ദ്രൻ കേസ് കൊടുത്തിട്ടുണ്ട്, VS സുനിൽകുമാർ കേസ് കൊടുത്തിട്ടുണ്ട്, മുരളീധരൻ കേസ് കൊടുത്തിട്ടുണ്ട്. KP രാജേന്ദ്രൻ, KP രാജേന്ദ്രൻ, മുരളീധരൻ എല്ലാവരും കേസ് കൊടുത്തിട്ടുണ്ടെന്നേ. അല്ല എല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി ഒന്നും ആയിട്ടില്ല, എവിടെ ആയിട്ടില്ല, എവിടെ ആവുകയില്ല എന്നാണ് ഇപ്പോൾ CPM കോൺഗ്രസ് ആലോചിക്കുന്നത്. അതിന്റെ ഭരണാധികാരി ഇപ്പോൾ എവിടെ ഇരിക്കുന്ന ചോദ്യമാണല്ലോ. എൻ്റെ ചോദ്യം അതല്ല എച്ച് സലാം. എൻ്റെ ചോദ്യം ഇവിടെ വളരെ പ്രകടമായി ഇവിടെ ഉള്ള വിലാസങ്ങളിൽ വ്യാജമായി ചേർത്ത കൺഫ്യൂഷൻ അവിടെ നിൽക്കട്ടെ. ഇല്ലാത്ത വിലാസത്തിൽ ഫോർജറി നടത്തി കൃത്രിമമായി നടത്തി വോട്ട് ചേർത്ത ഒരു സംഭവം മുന്നിൽ നിൽക്കേ കേരള പോലീസ് എന്തിനാണ് അതിൽ നിയമോപദേശം തേടാൻ പോന്നേ? മാതൃകയെ കേസെടുത്തൂടെ? ഹാഷ്മി അതിനകത്ത് തൃശ്ശൂർ ACP സലീഷിനാണ് പെറ്റീഷൻ കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു എൻക്വയറി തൃശ്ശൂർ ACPക്കാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് പരിശോധിക്കപ്പെടുക എന്നുള്ളത്, പരിശോധിച്ച് നിയമപരമായ തെറ്റുകൂടാതെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇത്തരം കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടേ ഒരു കെയർ അതിനകത്ത് വേണ്ട കാര്യമാണല്ലോ. അത് ഏതെങ്കിലും ഒരു നിലയിലേക്ക് സ്ലിപ്പ് പറ്റിയിട്ട് അത് കേസ് തന്നെ ഇല്ലാതായി പോകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നതാണോ ഭംഗി? അതിന് നിയമപരമായ ഒരു കാര്യം പരിപൂർണതയിലേക്ക് നോക്കിയതിന് ശേഷം കൃത്യമായ സ്റ്റെപ്പ് നീക്കുന്നതാണോ നല്ലത്? ഏതാണ് നല്ലത്? അത് നമ്മളിപ്പോൾ TV ചർച്ചയിൽ അതിൻ്റെ തെറ്റ് ശരികൾ പറയുന്ന പോലെ അല്ലല്ലോ. ഒരു കോടതി മുമ്പാകെ ഇത്തരം കാര്യങ്ങൾ എത്തുമ്പോൾ, വിശേഷിച്ച് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടിയായിട്ട് വരുമ്പോൾ, ആ ഇലക്ഷൻ കമ്മീഷൻ സ്റ്റാൻഡ് വല്ല ഇതിനകത്ത് ആഡ് ചെയ്ത് സ്വാഭാവികമായിട്ട് കേസിന് മുന്നോട്ട് പോക്കിൽ വരും. ആ സന്ദർഭത്തിൽ ഇപ്പോൾ ഇലക്ഷൻ പെറ്റീഷൻ ഇല്ല എന്ന പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഇതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പെറ്റീഷനുകൾ, ആ പരാതികൾ, അത് ശരിയായ നിലയ്ക്ക് നിയമപരമായ എല്ലാ പൂർണ്ണതയോടും കൂടി കൈകാര്യം ചെയ്യാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്ന് തന്നെയാണ് എപ്പോഴും. ശരി, അല്ല നല്ല വാദമാണ്, അങ്ങനെ ആവും വേണം. പക്ഷേ വീട്ടുകാർ പോലും അറിയാതെ വ്യാജമായ അഡ്രസ് പ്രൂഫ് ഉണ്ടാക്കുക, രേഖ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തെമ്മനെ എൻ്റെ പരിമിതമായ നിയമ അറിവിൽ അത് ഫോർജറിയാണ്. അത് ക്രിമിനൽ കേസ് എടുക്കേണ്ടതാണ്, എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. TP രാജേന്ദ്രൻ മാഷ്, ഇവിടെ താങ്കൾ നേരത്തെ അനുരാഗ് താക്കൂറിൻ്റെ കാര്യം പറഞ്ഞു. അനുരാഗ് താക്കൂർ അത് മാത്രമല്ല പറയുന്നത്, റായ്ബറേലിയിൽ 2 ലക്ഷത്തിലധികം വ്യാജ വോട്ട്, 71,977 വിലാസങ്ങൾ, 19,512 ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്, വയനാട് കള്ളവോട്ടുണ്ടെന്ന് പറഞ്ഞു. വയനാട് വ്യാപകമായി കള്ളവോട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തി എത്രയോ മുകളിൽ, 2 ലക്ഷത്തി എത്രയോ മുകളിലാണ് കള്ളവോട്ടെന്ന് പറയുന്നത്. TP രാജേന്ദ്രൻ മാഷ്, ഇത് BJPക്ക് വിവരം കിട്ടുന്നത് എങ്ങനെയാണ്? ഹാഷ്മിക്ക് കേരള പോലീസിൽ വിശ്വാസമില്ല. ഹാഷ്മിക്ക് കേരളത്തിലെ കോടതിയിൽ വിശ്വാസമില്ല. BJPയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത എനിക്ക് മനസ്സിലാക്കാം. ഇന്ത്യ രാജ്യത്തെ കോടതിയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. ഹാഷ്മി, നമ്മുടെ ധാരണകളൊക്കെ പലപ്പോഴും തെറ്റി. ഇതിനൊക്കെ എത്ര കാലമാണ് ആയുസുള്ളത്? ഞാൻ ഒന്നുകൂടെ വളരെ വിനയപൂർവ്വം ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിലെ വോട്ടർ ലിസ്റ്റിൻ്റെയും തെരഞ്ഞെടുപ്പ് മാനിപ്പുലേഷനെയും കുറിച്ച് ഒരു സമഗ്ര അന്വേഷണത്തിന് ജനങ്ങളെ നിങ്ങളിങ്ങനെ കൺഫ്യൂഷനിൽ നിർത്താതെ എന്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാത്തത്? ഞാൻ ആധികാരികവും വിശ്വാസവുമായ തെളിവ് വെച്ച് പറയും. കേരളത്തിൽ നിങ്ങൾ ഒരു 20 കേസ് എടുത്താൽ 19 കേസിലും തെരഞ്ഞെടുപ്പ് മാനിപ്പുലേഷനിൽ 1-ാം പ്രതി CPM ആയിരിക്കും. അതിൻ്റെ 2% കേസിലെങ്കിലും കോൺഗ്രസ് ആയിരിക്കും. ഇതല്ലാതെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങൾക്ക് കേരള പോലീസിൽ വിശ്വാസമില്ല. നിങ്ങൾ എൻ്റെ വാദം വിട്. എന്റെ എച്ച് സലാമിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു കേസ് മുസ്ലിം ലീഗിന്റെ
പറയാം സർ, ഒരു കേസ് പറയാം. പറയാം സർ. അല്ല, നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ ഇടപെട്ടില്ല സലാം. സലാം നിങ്ങൾ ഇടപെട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല. അവസാന റൗണ്ടൊക്കെ നിങ്ങൾ ഇടപെട്ടോ. ഇപ്പൊ തുടക്കത്തിലെ എൻ്റെ ചങ്ക് കയറില്ല. നിങ്ങളുടെ കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എൻ്റെ സുഹൃത്താ, വളരെ കൃത്യമായിട്ട് ഇന്ന് പുറത്തു വിട്ടിരിക്കുന്നു സർ. കേൾക്കണോ നിങ്ങൾക്ക്? ഇതാ ഹാഷ്മി മിണ്ടില്ല. ഇത് കോഴിക്കോട് കോർപ്പറേഷനിൽ മാറാട് ഡിവിഷനിൽ 1291 നമ്പർ വീടേ ഇല്ല. ആ വീട്ടിൽ എത്ര വോട്ടുണ്ട്? ആ വീട്ടിലുമുണ്ട് 100 ചില്ലാനും വോട്ട് ആ വീട്ടിലുമുണ്ട്. ഇല്ലാത്ത വീട്ടിൽ ഹാഷ്മിക്ക് പൊള്ളില്ല. കോഴിക്കോട് ഞാൻ നേരത്തെ ചില കഥ പറഞ്ഞു. ഹാഷ്മിക്ക് പൊള്ളില്ല. നമ്മൾ ഒരു വഴിയില്ല. ഇവരാണ് മാഷെ, നമ്മൾ ഒറ്റ വഴിയില്ല. കാര്യം എന്താ അറിയോ? രാഹുൽ ഗാന്ധി പറഞ്ഞത് 100% ശരി എന്ന് പറയാ. ബിജെപിയുടെ നേതാവ് വന്നിരുന്ന് ബിജെപിയുടെ നേതാവ് പറയുന്നത് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് 100% ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല എന്റെ മാഷ, ഇതൊന്ന് അന്വേഷിക്കാൻ ഈസിയോട് പറ. രാഹുൽ ഗാന്ധി അല്ല അല്ലെന്നേ, ഈസിയോടല്ലല്ലോ അന്വേഷിക്കേണ്ടത്. അന്വേഷിക്കണ്ടേ? ആദ്യം തന്നെ പണി എന്താണെന്നറിയോ ഹാഷ്മി? ചാനലിൽ നിങ്ങൾ നിർത്തൂ, ഞാൻ പറയാം. നിങ്ങൾ നിർത്തിയാൽ ഞാൻ പറയാം. ഇലക്ഷൻ കമ്മീഷന്റെ മാത്രം പണിയൊന്നും അല്ല ഹാഷ്മിയ ഇത്. ഹാഷ്മിക്ക് അറിയോ രാജണ്ണ രാജിവെച്ചപ്പോൾ പറഞ്ഞ എന്താ? നമ്മളുടെ ഭരണത്തിൽ നമ്മൾ നിശ്ചയിച്ച ആളുകൾ നിശ്ചയിച്ച് ചുമതലപ്പെടുത്തിയ BLOമാർ, അത് പരിശോധിക്കാൻ നിശ്ചയിച്ച BLAമാർ, അവർ പണിയെടുത്തിരുന്നെങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ല. ഹാഷ്മി കേട്ടിരുന്നു ആ വാർത്ത? ഹാഷ്മിക്ക് അത് ഉൾക്കൊള്ളും. വീണ്ടും ഹാഷ്മി, നിങ്ങളിപ്പോൾ തൃശ്ശൂരിലെ ചർച്ചയും സങ്കടവുമാണല്ലോ നിങ്ങളെ അലട്ടുന്നത്. ഇന്നത്തെ പത്രത്തിൽ ഹാഷ്മി തൃശ്ശൂരിലെ DCCയുടെ സെക്രട്ടറി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? തൃശ്ശൂരിൽ കോൺഗ്രസുകാർക്കിടയിലുള്ള തമ്മിലടിയാണ് തോൽപ്പിക്കാനുള്ള കാരണം. അദ്ദേഹത്തിന്റെ പേരറിയോ ഹാഷ്മിക്ക്? P. യതീന്ദ്രദാസ്. ഞാൻ ഹാഷ്മി വെക്കുന്ന മാതിരി പൊയ്വടി വെക്കുകയല്ല. മുൻ DCC സെക്രട്ടറി പറയുന്നു, ഇന്ന് പറയുന്നു. ഇതൊക്കെ തോറ്റതിന് പറയുന്ന ന്യായമാണ്. ഇനി ഹാഷ്മിയോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് കണ്ടറിയുന്നതിൽ പരാജയപ്പെടുന്നു. നിങ്ങൾ ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ രാവിലത്തെ തുള്ളിക്കളി ഹാഷ്മി ഒന്ന് പല സമയം കിട്ടുമ്പോൾ എടുത്തു നോക്കുക. അങ്ങ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാവിലത്തെ നിങ്ങൾ തുള്ളിക്കളി ഒന്ന് നടന്നു നോക്കുക. ത്രിപുരയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഹാഷ്മി വോട്ടർ പട്ടികയിലെ തുള്ളിക്കളിയാ. വോട്ടർ പട്ടികയിലെ തുള്ളിക്കളി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഹരിയാനയൊക്കെ അവിടെ നിൽക്കട്ടെ സാറേ, ഒന്ന് വ്യക്തമാവട്ടെ, കാര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ. ഉഡായിപ്പിക്കൂടെ ജയിച്ചതാണോ കാര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ. എന്നിട്ട് തുള്ളിക്കളെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവിടെ വോട്ടർ പട്ടികയിലെ മിന്റാദേവി 124 വയസ്സ് കന്നി വോട്ടർ. മിന്റാദേവി 124 വയസ്സ് കന്നി വോട്ടർ. എവിടെയാണ്? SIR ബീഹാറിലാണ് കേട്ടോ. അവിടെ ബീഹാർ കുത്തുങ്കോമയും, അച്ഛന്റെ പേര് കുത്തകോമ, അച്ഛന്റെ പേര് ABCDEFGH ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് തുള്ളിക്കളെ നമുക്ക് പറയാം. കേരളത്തിലെ കുത്തുങ്കോമി ഹാഷ്മിയെ വേദനിപ്പിക്കാത്തത് എന്താ? താങ്കൾ ഈ പറഞ്ഞത് എന്താണെന്നറിയോ? താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ വോട്ട് ചോരി ആരോപണം ശരിയാണെന്ന് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഇലക്ഷൻ കമ്മീഷൻ ഒന്നിനും കൊള്ളാത്തതാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രത്തോളം ഗുരുതരമായി. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, വയനാട് 2 ലക്ഷം കള്ളവോട്ട്, റായ്ബറിൽ 71,000 കള്ളവോട്ട്. ഈ EC ഒന്നിനും കൊള്ളാത്തതാണ് TP മാഷൻ പറയാ അല്ലേ? അല്ല, അത് രാഹുൽ പറയുന്നത്. ഹാഷ്മിയുടെ അത്ര വിവരം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാ എനിക്ക് ഹാഷ്മിയുടെ അത്ര വിവരം ഇല്ലാത്തത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ടായിരിക്കും ഹാഷ്മിയുടെ വീട്ടിലെ ബൂത്തിലെ വോട്ട് ചേർത്തത് അല്ലേ ഹാഷ്മി? ഹാഷ്മിക്ക് അറിയോ സർ രാജണ്ണ പറഞ്ഞത് എന്താ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആ സംസ്ഥാന കമ്മീഷൻ സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരെ വെച്ച് തെരഞ്ഞെടുപ്പ് പരിഷ്കരിക്കുന്നു. ഹാഷ്മി റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിൽ മുൻതൂക്കം നൽകുന്നത്. ആരാണ് ഹാഷ്മി കേരളത്തിലെ റവന്യൂ വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നത്? കലക്ടർ അല്ലേ ഹാഷ്മി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ? TP മാഷെ, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന നമ്മൾ ഈ രാജ്യം ഉണ്ടായത് മുതൽ മഹിതമായി ഇപ്പോഴാണല്ലോ ആ പാരമ്പര്യം ഇല്ലാതായി പോയത്. മഹിതമായ പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു സംവിധാനം ഇത്രമാത്രം അപ്രസക്തമാണെന്ന് പരിഹസിക്കല്ലേ അതിനെ മാഷേ? ഇത്രമാത്രം അപ്രസക്തമായ ഒരു പല്ലും നഖവുമില്ലാത്ത കഴിവുകെട്ട സംവിധാനമാണെന്ന് പരിഹസിക്കല്ലേ TP? നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംവിധാനമല്ലേ അത്? ഹാഷ്മിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്ക് മനസ്സിലാവും. MS ഗിൽ എന്ന പേര് കേട്ടിട്ടുണ്ടോ ഹാഷ്മി സാർ? മഹിതമായ പാരമ്പര്യം ഹാഷ്മി സാറിന് അറിയോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കോൺഗ്രസ് MP ആക്കി. കേരളത്തിലുണ്ടായിരുന്നു ഹാഷ്മി ഒരു ടിക്കാറാം മീണ. അറിയുമോ ഹാഷ്മിക്ക്? കോൺഗ്രസ് MP BJP MP ആക്കിയുടെ കാര്യം പറഞ്ഞാലേ അത് സുപ്രീം കോടതി പോണ്ടി. അല്ല, നമ്മുടെ വിഷയം അല്ല മാഷെ. എന്റെ ചോദ്യം
ഞാൻ പറയുമ്പോ അല്ല. ഹാഷ്മിക്കെന്തിനാ ഞാൻ പറയുമ്പോ പൊള്ളുന്നത്? അല്ല, എന്റെ ചോദ്യം ഈ പറഞ്ഞ റായ്ബറേലിയിലെ 19,557 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിനെ പറ്റി 71,977 കള്ളവോട്ടിനെ പറ്റി BJPക്ക് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? വിമർശിക്കാൻ ഹാഷ്മിക്ക് എന്റെ വാദഗതി കേട്ട ദേശം ഉത്തരം പറയാനുള്ള ആത്മധൈര്യം ഇല്ലേ ഹാഷ്മി? എന്റെ വാദം പൂർത്തിയാക്കിയിട്ട് എന്നെ ഖണ്ഡിക്കാനുള്ള ആത്മധൈര്യം നിങ്ങൾക്കുണ്ടോ? അല്ല, നമുക്കങ്ങനെ നമുക്ക് വിശാലമായി പറയാൻ സമയമില്ല. നമുക്കങ്ങനെ വിശാലമായി പറയാൻ സമയമില്ല. MS ഗില്ലിന്റെ കാര്യം പറഞ്ഞ് നമുക്ക് JM ലിംഗോയെ പറ്റി പറയേണ്ടി വരും. ജോസഫ് മൈക്കിൾ ലിംഗോ എന്ന അങ്ങയുടെ നേതാവ്, നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ വർഗീയമായി പറഞ്ഞ കാര്യം പറയേണ്ടി വരില്ലേ? നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് ജോസഫ് മൈക്കിൾ ലിംഗോ ആണെന്നും ഇറ്റലിക്കാരനാണോ എന്ന് ഏതോ മാധ്യമപ്രവർത്തകൻ ചോദിച്ചുവെന്നും സോണിയാഗാന്ധിയും ലിംഗോയും എന്താണ് ക്രൈസ്തവ ദേവാലയത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്നാരോ ചോദിച്ചു. ഉണ്ടാകാം എന്ന് മറുപടി പറയേണ്ടി വരും. നമ്മുടെ സമയം അതല്ല. നമുക്ക് സമയമില്ലേ? ജമ്പോല. ശരി, എന്റെ ചോദ്യം ഒരു മാധ്യമമാണ് നിങ്ങൾ. എന്റെ ചോദ്യം എന്റെ വാദഗതികൾ അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ എന്റെ ചോദ്യം നിങ്ങൾ ഇടയ്ക്ക് കയറിയിട്ട് എന്റെ വാദഗതി കേൾക്കാൻ നിങ്ങൾ ചോദിക്കുകയും ഞാൻ ഉത്തരം പറയാൻ സമ്മതിക്കുക. എന്താ ചോദ്യം ഒന്ന് ആവർത്തിക്കും, ഞാൻ കേട്ടില്ല. 71,977 കള്ളവോട്ടുകൾ റായ്ബറയിലുണ്ട്. വയനാട് 2 ലക്ഷത്തിൽ അടുത്ത് വ്യാജ വോട്ടുണ്ട്. 19,512 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ റായ്ബറയിലുണ്ട് എന്ന് BJP അനുരാഗ് താക്കൂർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഹാഷ്മിക്ക് അറിയോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിവിഷൻ എന്നൊരു വാക്ക് ഹാഷ്മി കേട്ടിട്ടുണ്ടോ? ഹാഷ്മി അതിനെ കുറിച്ച് എന്താ മനസ്സിലാക്കി ഒന്ന് പറഞ്ഞേക്ക്. അല്ലല്ല മാഷ, അതല്ല. അത് എന്റെ ചോദ്യം അതല്ല. താങ്കൾക്ക് നന്നായിട്ട് അറിയാം. സ്പെഷ്യൽ ഇൻസെന്റീവ് അല്ലെന്നേ നിങ്ങൾ കേട്ടത് അല്ല. ഇത് അല്ല, താങ്കൾ എനിക്കറിയില്ല ഹാഷ്മി, നിങ്ങളൊന്ന് പറയും. അല്ല, എന്താണ് ഈ സ്പെഷ്യൽ ഇൻസെന്റീവ്? എന്റെ മാഷേ, എന്റെ ചോദ്യം ഈ റായ്ബറിലെ കള്ളവോട്ട് BJP കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നേരിട്ട് ചോദ്യം. താങ്കൾക്ക് ബോധ്യമുണ്ട്? എനിക്കറിയില്ല പറഞ്ഞു കഴിഞ്ഞോളൂ. നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരമാണ്. എന്താ റായ്ബറിൽ SIR? ഞാൻ ചോദിച്ചതിന്റെ മറുചോദ്യമായിട്ട് കണ്ടോളൂ നിങ്ങൾ. അല്ല, എങ്ങനെയാണ് റായ്ബറേലിയിൽ 19,000 കള്ളവോട്ടുണ്ടെന്നായി കണ്ടെത്തിയ SIR? റിവിഷൻ എന്നാൽ അല്ല ഒരൊറ്റ റായ്ബറേലിയിലെ 71,000 കള്ളവോട്ടിനെ പറ്റി അനുരാഗ് താക്കൂർ മനസ്സിലാക്കിയത് SIR-ലൂടെയാണോ? 100 ചോദ്യം ചോദിച്ചില്ലേ താങ്കൾ? 100 ചോദ്യം ചോദിച്ചില്ലേ? എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തരുമെന്ന് എനിക്ക്. എന്താണ് താങ്കൾ മനസ്സിലാക്കിയ സ്പെഷ്യൽ ഇൻസെന്റീവ് റിവിഷൻ? BJP പറയുന്നത് ഇത് എന്താണ്? നിങ്ങളുടെ നിലപാട് എന്താ? ഞാൻ പറഞ്ഞത് BJP പറയുന്നത് വിട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിനോട് ഹാഷ്മിയുടെ നിലപാട് എന്താ? ഞാൻ പറയാം. അന്ന് പറഞ്ഞാൽ BJP പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇവിടെയുള്ള ഏതോ ഇല്ലാത്ത വോട്ടൊക്കെ ഒഴിവാക്കുകയാണെന്ന് പറയുന്നു. ആധാർ അവിടെ സ്വീകരിക്കാൻ കഴിയാത്ത രേഖയാക്കുന്നു, ഇലക്ഷൻ ID സ്വീകരിക്കാൻ കഴിയാത്ത രേഖയാക്കുന്നു, റേഷൻ കാർഡ് സ്വീകരിക്കാൻ കഴിയാത്ത രേഖയാക്കുന്നു. ആധാറൊക്കെ നമ്മൾ ഓടിപ്പോയെടുത്താണ് കേട്ടോ. നമ്മുടെ സകല കാര്യങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈസി പറയണം വിശ്വസിക്കാൻ കൊള്ളാത്ത രേഖ എന്ന് പറയാം. അപ്പോൾ അതും പോട്ടെ. സുപ്രീം കോടതി കേസ് കേട്ടോണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ മരിച്ച ഒരു വോട്ടറെ കൊണ്ട് നിർത്തി യോഗേന്ദ്ര യാദവ് അല്ലേ? അല്ല, അപ്പൊ സുപ്രീം കോടതി വിധി വരട്ടെ, അത് ഞാൻ പറയാം. മാഷ, എന്റെ ചോദ്യം 71,000 കള്ളവോട്ട് റായ്ബറിലുണ്ട് കാര്യം അനുരാഗ് താക്കൂർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? പൊയ്വടി അല്ലെങ്കിൽ പറ പ്ലീസ്. അത് പറഞ്ഞത് പൊയ്വടി അല്ലെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് പറയാമോ? അല്ല, ഹാഷ്മി ഇപ്പൊ ചോദിച്ചില്ലേ മരിച്ച ഒരാളെ. ഹാഷ്മി ഒന്ന് പ്ലീസ്. മരിച്ച ഒരാളെ കൊണ്ടുവന്ന് നിർത്തി. കോടതി എന്താ ചോദിച്ചത്? അല്ല, കോടതിയുടെ മുമ്പാകെ വന്ന് തമാശ കളിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ഇത് പരിഹരിക്കാൻ പറ്റുമായിരുന്നല്ലോ. ഹാഷ്മിയോട് ഞാൻ ഇതേ ചോദിക്കുന്നു. അത് കോടതി അല്ലേ ചോദിച്ചത് സാറേ? ഈസി ചോദിച്ചതാ. അത് കോടതി ചോദിച്ചതല്ല. സുപ്രീം കോടതിയിൽ ചമ്മി നാശമായി ഈസി ചോദിച്ചതാ. കോടതി ചോദിച്ചതല്ല മാഷേ. ഈസി ചമ്മി നാശമായി. എന്താണ് അവിടെ SIR-ൽ മരിച്ചുപോയ ആൾ കൊണ്ട് നിർത്തിയപ്പോൾ ഈസി ചമ്മി നാശമായി. ഈസി ചോദിച്ചതാ. ഈസിയാ ചോദിച്ചേ. ഞാൻ അയച്ചു തരാം. പക്ഷേ കാര്യം മനസ്സിലാക്കാൻ പറയല്ലേ. ഞാനല്ല. എന്താ കോടതി പറഞ്ഞേ? ചുറ്റല്ല മാഷെ, വിട്ടേക്ക്. എന്റെ നേർക്ക് ചോദ്യമാണ് മാഷെ. 71,977 കള്ളവോട്ട് റായ്ബറിലുണ്ട് എന്ന് താക്കൂർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? BJP മനസ്സിലാക്കിയത് എങ്ങനെയാണ്? കേരളത്തിൽ 2,79,799 വോട്ട് കള്ളവോട്ടുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷന് BJP കൊടുത്ത പരാതി എങ്ങനെയാണെന്ന് ഹാഷ്മി പറ. എങ്ങനെ? കേരളത്തിൽ പത്രസമ്മേളനം വിളിച്ച് അനൂപ് ആന്റണി കേരളത്തിൽ ഈ നിയമസഭാ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 2.7 സംതിങ് വരാൻ പോകുന്ന ഇലക്ഷനല്ലേ സാറേ? കള്ളവോട്ടുണ്ട്. വരാൻ പോകുന്ന ഇലക്ഷനല്ലേ? BJP മനസ്സിലാക്കിയ വരാൻ പോകുന്ന പറയല്ലേ. അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പല്ലേ? രാഹുൽ ഗാന്ധി മഹാദേവ്പുര പറയുമ്പോൾ റായ്ബറേലിയിൽ പോയി 71,977 കള്ളവോട്ടുണ്ടെന്ന് താക്കൂർ പറഞ്ഞത് എങ്ങനെയാ? മനസ്സിലാക്കും?
ഇലക്ഷൻ കമ്മീഷൻ രേഖ അല്ലാതെ 71,977 കള്ളവോട്ടെന്ന് താക്കൂർ പറഞ്ഞ എങ്ങനെയാണ്? എന്റെ ചോദ്യം മാഷ് മറുപടിയില്ല. എന്താ പ്രശ്നം അറിയോ? മാഷ് മറുപടി പറഞ്ഞാൽ BJP-യുടെ വാദം നുണയാണെന്ന് തെളിയും. അതുകൊണ്ടാണ് മാഷ് മറുപടി പറയാതെ. എനിക്ക് മനസ്സുണ്ട്. അനുരാഗ് താക്കൂർ ചുമ്മാ ആകാശത്തേക്ക് നോക്കി പൊയ്വടി വെച്ചതാണ് തെളിയും. അതുകൊണ്ടാണ് മാഷ് പറയാത്തെ. നിങ്ങൾ ചോദിച്ചു അനുരാഗ് താക്കൂർ പൊയ്വടിയല്ല, അനുരാഗ് താക്കൂർ അങ്ങനെയാണെങ്കിൽ ഇവർ പോട്ടെ മനനഷ്ടത്തിന് ഇൻഫർമേഷന് കേസ്. പിന്നെയും കേസ്. എന്താ കാശ്മീർ നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇത്ര തരം താഴുമോ? കേരളത്തിൽ എങ്ങനെയാ ഞങ്ങൾ കോടതി പിടിക്കല്ലേ മാഷേ? മനസ്സിലാക്കിയത് അങ്ങനെ ഉത്തരവില്ലാതാവുമ്പോൾ ഉടനെ കോടതി കയറി പിടിക്കുവാണോ? എന്തെന്നേ താങ്കൾ പറഞ്ഞത് താങ്കൾ പറഞ്ഞ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കയ്യിലുള്ള ലിസ്റ്റ് പ്രകാരമാണ്. ശരി, അത് BJP-യുടെ പരാതിയാണ്. അത് BJP-യുടെ പരാതിയാണ് അല്ലേ? റായ്ബറേലിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണ്. എങ്ങനെയാണ്? മഹാദേവപുരയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പോലെ. മഹാദേവപുര ഒറ്റ മണ്ഡലത്തിൽ 1 ലക്ഷം കള്ളവോട്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകൾ പരിശോധിച്ച് പഠിച്ചാണ് അല്ലേ? റായ്ബറേലിയിലെ കള്ളവോട്ട് എങ്ങനെ കണ്ടെത്തിയെന്നാണ് BJP പറയുന്നത്? റായ്ബറേലിയിലെ കള്ളവോട്ട് എങ്ങനെ കണ്ടെത്തിയെന്നാണ് BJP പറയുന്നത്? 2.79 വോട്ടർ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഏത് വോട്ടർ ലിസ്റ്റ്? ഞങ്ങളുടെ ബൂത്ത് പ്രവർത്തകന്മാരെ ഏൽപ്പിച്ചു. ഇപ്പോഴാണല്ലോ സാറേ അത് പറയുന്നത്. കിട്ടാത്തത് നിങ്ങൾക്ക് ഏത് വോട്ടർ ലിസ്റ്റാ വേണ്ടത്? TP മാഷേ 7 അടി പൊക്കത്തിൽ 6 മാസം വർക്ക് ചെയ്യേണ്ട ഒരു ലിസ്റ്റ് എടുത്ത് പണിയെടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി പണി ഉണ്ടാക്കിയത്. അല്ലാതെ നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടിയോ? ഓരോ തെരഞ്ഞെടുപ്പിലും ഓക്കെ, എന്നാ സമ്മതിക്കേ? എന്നാ നിങ്ങൾ ഡീറ്റെയിൽ കിട്ടിയോ? നിങ്ങൾ ഡീറ്റെയിൽ കിട്ടിയോ? പറയട്ടെ, ഡിജിറ്റൽ എന്തിനാ? ഞങ്ങളുടെ അടുത്ത് വൈറ്റ് പേപ്പറിലുള്ള ഹാർഡ് കോപ്പി ഉണ്ട്. എപ്പോഴത്തേതാ? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട എല്ലാ തെരഞ്ഞെടുപ്പിന്റെയും നിങ്ങൾ ഇവിടെ വന്ന എന്റെ മേശയ്ക്കകത്തുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓരോ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോഴും അത് ഫൈനലൈസ് ചെയ്യുമ്പോഴും ഓരോ കോപ്പി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കും. ഹാഷ്മിക്ക് അറിയോ? അത് പരിശോധിച്ച് റായ്ബറേലിയിൽ ഇത്രയും കള്ളവോട്ടുണ്ടെന്ന് അനുരാഗ് താക്കൂർ പറഞ്ഞ ഇപ്പോഴാണ്. രാഹുൽ ഗാന്ധി ഇമ്പാക്ട് അല്ലേ? ശരി ശരി, അപ്പൊ അന്ന് കൊടുത്ത ആ പേപ്പർ അന്ന് പരിശോധിക്കാതെ അല്ലല്ല TP മാഷേ, അന്ന് കൊടുത്ത ആ പേപ്പർ അന്ന് പരിശോധിക്കാതെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പരിശോധിച്ച് പറഞ്ഞെങ്കിൽ കെ സുരേന്ദ്രൻ ചോദിച്ചോ പോയി തൂക്കിച്ചത്തോട് ചോദിക്കാൻ നമുക്ക് ആ നിലവാരമല്ല. അതുകൊണ്ട് ചോദിക്കാൻ പറ്റത്തില്ല. വിട്ടേക്കൂ. ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല. ശ്രീ സന്ദീപ് വാര്യർ അല്ല, നിങ്ങൾ അത് വേണ്ട. അല്ല അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തല്ല. ഞാൻ ചോദിക്കൂല. മാഷ് ആകെ ചെമ്പോലും കോടതിയിലും പിടിക്കുക. തുടക്കം മുതൽ ചെമ്പോല കോടതി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെന്താ? അത് പറയുമ്പോ നിങ്ങൾക്ക് എന്താ ഉള്ളത്? അത് സത്യമായിരുന്നോ? അത് എന്ത് എത്തിക്സ് ആയിരുന്നു? തുടക്കം മുതൽ മാഷ് ഉത്തരം മുട്ടുമ്പോ ചെമ്പോല എന്ന് പറയും, കോടതി പോകാൻ പറയും, പിന്നെയും ചെമ്പോല എന്ന് പറയും, കോടതി പോകാൻ പറയും. ഓക്കെ, വിട്ടേക്ക്. ഓക്കെ, നമ്മുടെ വിഷയം ചെമ്പോലല്ലോ. നമുക്ക് ചെമ്പോല അടുത്ത ദിവസം ഇരിക്കാം. അടുത്ത ദിവസം വീണ്ടും ഇരിക്കാം. ഓക്കെ. സന്ധ്യ വാര്യർ, ഇവിടെ റായ്ബറേലിയിലെ കള്ളവോട്ട്, വയനാട്ടെ കള്ളവോട്ട് ഒക്കെ പറയുന്നുണ്ട് ആരാ? അനുരാഗ് താക്കൂർ. എങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ സമ്മതിക്കേണ്ടി വരും. EC-യുടെ രേഖകൾ സമ്മതിക്കേണ്ടി വരും. EC രേഖ എപ്പോൾ കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരും. ഇനി EC രേഖ പരിശോധിച്ച് തന്നെയാണെങ്കിൽ ആ രേഖ തന്നെയല്ലേ രാഹുൽ ഗാന്ധി പരിശോധിച്ചത്? അപ്പോൾ രാഹുൽ പറയുന്നത് പോലെ EC അതിന് മറുപടി പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടും. സന്ദീപെ, പ്രശ്നം ആരുടെയും കുറ്റമല്ല. മാഷെ കുറ്റം പറയാൻ പറ്റില്ല. ഹാഷ്മി, ഈ ചർച്ചയിൽ ഉടനീളം പ്രിയപ്പെട്ട ജയേന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹത്തോട് ബഹുമാനമൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം ഈ ചർച്ചയിൽ ഉടനീളം സമയം കഴിക്കുക എങ്ങനെയെങ്കിലും എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇതിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഹാഷ്മി അതിൽ വീണുപോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തൃശ്ശൂരടക്കം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വിഷയങ്ങളടക്കമുള്ള ജനങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാഷ ഞാൻ പൂർത്തിയാക്കട്ടെ. ജനങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് തെന്നി മാറാൻ വേണ്ടി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനാണ് പുറത്തുവിട്ടത്. BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വ്യാജമായി തൃശ്ശൂരിൽ വോട്ട് ചെയ്തിരിക്കുന്നു. ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. എന്താ ക്രിമിനൽ കുറ്റം? അദ്ദേഹത്തിന്റെ പേരിൽ 2 ID പ്രൂഫ് ഉണ്ട്. ഇലക്ഷൻ ID-യുടെ 2 ID കാർഡ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അപ്പൊ തിരൂരിൽ അദ്ദേഹത്തിന്റെ നാട്ടിലും അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ട്. തൃശ്ശൂരിൽ അദ്ദേഹം താമസിക്കാതെ തന്നെ താമസക്കാരനാണെന്ന് പറഞ്ഞ് വ്യാജമായി കോർപ്പറേഷനിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തൃശ്ശൂരിലെ ജില്ലാ ഭാരവാഹിയുടെ വീട്ടിൽ, പൂങ്കുന്നം കൗൺസിലറുടെ വീട്ട് അഡ്രസ്സിൽ അദ്ദേഹം താമസിച്ചു എന്ന് വ്യാജരേഖ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടുത്തെ വോട്ട് വെട്ടിയിട്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. പച്ചക്കള്ളമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 14 ജില്ലകളിലും BJP-ക്ക് ഫുൾ ടൈമേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും ഫുൾ ടൈമേഴ്സ് ഉണ്ടായിരുന്നു. അവരൊന്നും അവിടെ പോയിട്ട് വോട്ട് ചേർത്തിട്ടില്ല.
ഇപ്പോൾ പുതിയ പിന്നെ പ്രഭാരിമാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ 30 ജില്ലയാക്കിയല്ലോ സംഘടന, 30ലും പ്രഭാരിമാരുണ്ടല്ലോ, അവരൊക്കെ വോട്ട് പുതിയ ജില്ലയിലേക്ക് മാറ്റും. അങ്ങനെയല്ലല്ലോ. അപ്പോൾ പച്ചക്കള്ളം പറഞ്ഞു BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ കള്ളവോട്ട് ചെയ്തതിൻ്റെ വിവരങ്ങളാണ് ഞാൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. മാത്രമല്ല അതേ വീട്ടിൽ ഏകദേശം തൃത്താല നാഗലശ്ശേരി പഞ്ചായത്തിൽ BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തി ഇതേ വീട്ടിൽ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്. ആ വ്യക്തി തന്നെ ഒരു മാധ്യമത്തോട് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചാലക്കുടിയിലുള്ളൊരു വോട്ടർ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കാസർഗോഡ് വോട്ടർ പട്ടികയിൽ വോട്ടുള്ള ഒരാൾ ഇതേ ഡിവിഷനിലുള്ള മറ്റൊരു ഫ്ലാറ്റിൽ വോട്ട് ചേർത്തിരിക്കുകയാണ്. അയാൾക്ക് അവിടെയും വേറെ ID പ്രൂഫ് ഉണ്ട്. അപ്പൊ 2 ID പ്രൂഫ് ഉണ്ടാവുക എന്നുള്ളത് ക്രിമിനൽ കുറ്റമല്ലേ മാഷെ? ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ്. അത് BJPയുടെ നേതാക്കന്മാർ ചെയ്തിരിക്കുന്നു, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചെയ്തിരിക്കുന്നു. എങ്ങനെയാ BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ ഇതിൽ വന്നത്? അപ്പോൾ ഈ തൃശ്ശൂരിൽ വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി വോട്ടുകൾ ചേർക്കാൻ വേണ്ടി ടാർഗറ്റ് കൊടുക്കുന്നു. ആ ടാർഗറ്റ് നിശ്ചയിച്ച് കിട്ടിയ ആളുകൾ പരമാവധി ആളുകളെ കൊണ്ടുവന്ന് അവരവരുടെ സ്ഥലങ്ങളിൽ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് നടന്നിട്ടുള്ള കാര്യം. അങ്ങനെ നടക്കുന്ന സമയത്ത് പലപ്പോഴും ഈ വലിയൊരു ക്രൈം, ഓർഗനൈസ്ഡ് ക്രൈം നടക്കുന്ന സമയത്ത് പറ്റുന്ന പിഴവുകളുണ്ടല്ലോ, ആ പിഴവുകളാണ് ഇത് മുഴുവൻ പുറത്തു വരാൻ കാരണം. ഇത് പുറത്തു വരേണ്ട അടിസ്ഥാനപരമായ കാരണം രാഹുൽ ഗാന്ധി ഒരു വലിയ ഭൂതത്തെ കുടമഴിച്ച് പുറത്തേക്ക് വിട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ചർച്ചയായി മാറിയത്. ഇപ്പോ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചപ്പോ ഏതൊക്കെ കൗണ്ടറുകൾ അവർ കൊണ്ടുവരാൻ നോക്കുന്നത്? ഇല്ല, ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. മാഷി 20 മിനിറ്റ് സംസാരിച്ചല്ലോ. ഈ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വിഷയങ്ങൾക്ക് ഇവരെന്താ മറുപടി പറയുന്നത്? 80-ൽ സോണിയാഗാന്ധിയുടെ വോട്ടർ പട്ടികയിൽ പേര് വെക്കുന്നത്. ഞാൻ ഇവിടെ 80-ലെ വോട്ടർ പട്ടിക, ഇപ്പൊ നിങ്ങളുടെ ആർഗ്യുമെന്റ് ശരിയാണ്, അതേ ആർഗ്യുമെന്റ് എടുത്താൽ 80-ലെ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴാ? ജനതാ പാർട്ടി ഭരിക്കുമ്പോഴാ. മാഷ ഇപ്പോഴത്തെ പാർട്ടി ഭരിക്കുമ്പോഴാ അന്നത്തെ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തല്ല. മാത്രമല്ല അതൊരു ചതിയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്ന് ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് ഇന്ത്യൻ പൗരയായതിനു ശേഷം 16 വർഷത്തിന് ശേഷമാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് പോലും വരുന്നത്. അവർക്ക് ഒരു പൊളിറ്റിക്കൽ ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള അതിൽ തന്നെ വ്യക്തമല്ലേ? ആ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട് ഒരു പൊളിറ്റിക്കൽ ഇന്റൻഷനും സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തം. അവർ വോട്ട് ചെയ്തിട്ടുമില്ല. അങ്ങനെ യാതൊരു പരാതിയും BJPയുടെ ഒരാളും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രം. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതേ വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ എന്തേ BJPക്കാർ ഇത്ര കാലമായിട്ട് കേസ് കൊടുക്കായിരുന്നത്? ഇത്ര കാലം കേസ് കൊടുത്തില്ല, തൂങ്ങിച്ചത്തിരുന്നോ BJPയുടെ നേതാക്കന്മാർ? അതിന്റെ എനിക്കും അറിയില്ലായിരുന്നു. ഇന്ദിരാഗാന്ധി അന്ന് തന്നെ കത്ത് കൊടുത്തതാണ്, ഇത് വേണ്ടെന്ന് പറഞ്ഞതാണ്, വോട്ട് മാറ്റണമെന്ന് പറഞ്ഞത്. അതൊക്കെ ചരിത്രത്തിൽ കിടപ്പുണ്ട്. താക്കൂരിന് പക്ഷെ അറിയണമെന്നില്ല, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അല്ലല്ല ആഷ്മി ഒരു പ്ലീസ്. അതെ ആഷ്മി പ്ലീസ്. അല്ല, എനിക്ക് ജയേന്ദ്രൻ മാഷ് അദ്ദേഹം സീനിയർ BJP നേതാവ്, അദ്ദേഹം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം BJPയിൽ വന്ന ഒരാളല്ല. ഇപ്പൊ ഈ 2014 ശേഷം വന്നിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പൊളയ്ക്കുന്ന സംഖ്യകളുണ്ടല്ലോ, അതിൽപ്പെട്ട ആളല്ല ജയേന്ദ്രൻ മാഷ്. അതിനു മുമ്പുള്ള പഴയ BJPക്കാരനാണ്. അദ്ദേഹത്തോട് ഞാൻ ഒരു കാര്യം വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു ഇന്റർവ്യൂ ആണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. സോണിയാഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ നിരന്തരം അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് നരേന്ദ്രമോദി പിന്മാറാത്തത് മഹാകഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ട് പോലും നരേന്ദ്രമോദി പിന്മാറിയില്ല എന്ന് വാജ്പേയിയാണ് പറഞ്ഞത്. അറിയോ മാഷ്ക്ക്? അടൽ ബിഹാരി വാജ്പേയി TV-ൽ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം. ആരെ കുറിച്ചാ പറഞ്ഞത്? നരേന്ദ്രമോദിയെ കുറിച്ചാണ് പറഞ്ഞത്. മാഷെ, ഇതാണ് വാജ്പേയിയുടെ കാലത്തെ BJP അല്ലെങ്കിൽ ഇപ്പൊ മോദിയുടെ കാലത്തെ BJP എന്നുള്ള മാറ്റം. മാഷ്ക്ക് എങ്ങനെയാണ് ഇവരുമായിട്ട് പോയി തൂങ്ങിച്ചാകാൻ ജനങ്ങളോട് പറയുന്ന സുരേന്ദ്രന്റെ കാലത്തെ മോദിയുടെ കാലത്തെ BJPയുമായി മാഷെ പോലെ ഒരാൾക്ക് എങ്ങനെയാണ് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് അത്ഭുതം തോന്നിയാണ്. ഇതുപോലെ നിലവാരം തകർന്ന, അതല്ലെങ്കിൽ സോണിയാഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കരുതെന്ന് വാജ്പേയി പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത മോദിയുടെ BJPയിലാണ് മാഷിപ്പുള്ളത്. അതാണ് നിങ്ങളുടെ പ്രശ്നം. പുത്തൻകൂറ്റി BJPക്കാർ. അല്ല, ഞാൻ പറയുന്നത് കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നൊക്കെ പരാതികൾ ഉയരുന്നുണ്ട്. അദ്ദേഹത്തെ ഈ പറയുന്ന അവരുടെ പ്രധാന സമിതികളിലേക്ക് വിളിക്കുന്നില്ല എന്നൊക്കെ പരാതികളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പ്രസക്തനായി നിൽക്കണമല്ലോ, അതുകൊണ്ടൊക്കെ ചിലപ്പോൾ കടന്നു പറയുന്നതായിരിക്കാം തൂങ്ങിച്ചാവുക എന്നൊക്കെ ഉള്ള ഡയലോഗ്. തിരികെ തന്നെ ഇടവേളയ്ക്ക് ശേഷം സലാം. CPM ഈ വിഷയത്തിൽ VS സുനിൽകുമാർ തുടക്കം മുതൽ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ബാക്ക് ടു ബാക്ക് VS സുനിൽകുമാറും അദ്ദേഹത്തിനുള്ള സംശയങ്ങൾ പറഞ്ഞു. കാര്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന വേദനയാണ്. അദ്ദേഹം പരാതി കൊടുത്തതാണ്, ഒരു നടപടി ഉണ്ടായില്ല. അതിനുശേഷം ഒരു വലിയ സമരത്തിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ തോറ്റതിന് ശേഷം നടത്തുന്ന എന്നൊക്കെ ജാള്യതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാവാം. പക്ഷേ സലാം, CPM ഒരു വിഷയം ഏറ്റെടുക്കുന്നത് ഇങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ സംസ്ഥാന നേതാക്കൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണോ? അതിൻ്റെ പാർട്ടി, അതിൻ്റെ മുഖപത്രം ഒരു വിഷയം ടേക്കപ്പ് ചെയ്യുന്ന ഇങ്ങനെയാണോ? അതിൻ്റെ പ്രചാരവേല ഇങ്ങനെയാണോ? യഥാർത്ഥത്തിൽ CPM ഏറ്റെടുക്കേണ്ട രീതിയിൽ ആ വിഷയം ഏറ്റെടുക്കുന്നുണ്ടോ സലാം? നമ്മുടെ സംസ്ഥാന നേതാക്കളും അഖിലേന്ത്യാ നേതാക്കന്മാരും ഒക്കെ ഈ കാര്യത്തിലെടുത്ത നിലപാടിൽ നിന്ന് എന്താ പ്രശ്നം? അതൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏത് കാര്യം എടുക്കുമ്പോഴും ഞങ്ങൾക്ക് വ്യക്തമാകുന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഈ വിഷയത്തിൽ ശക്തമായി സ്വീകരിക്കുകയും തൃശ്ശൂർ ഉണ്ടായ പ്രശ്നത്തെ വളരെ അഗ്രസീവായി തന്നെ ഒരു പ്രത്യക്ഷമായ ചില മൂവ്മെൻറ്റ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് CPM നിൽക്കുന്നത്. CPM നിന്ന പോലെ ഇവിടെ ആരാണ് നിൽക്കുന്നത്? തൃശ്ശൂരിലെ ഇഷ്യൂവിൽ ആരാണ് നിൽക്കുന്നത്? ഇവിടെ ഇപ്പോൾ ജയചന്ദ്രൻ മാസ്റ്റർ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കോടതി പോയിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ ബീഹാർ കേസിൽ കോടതി പോയിട്ട് കോടതി തന്നെ ചോദിച്ചു, ഇതിൻ്റെ ഒഴിവാക്കപ്പെട്ട ലിസ്റ്റ് തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എന്താണ് കമ്മീഷൻ പറഞ്ഞത്? ടെക്നിക്കാലിറ്റി പറയുകയാണ്, സാങ്കേതികമായ കാര്യം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. കോടതിയിൽ ഈ പ്രശ്നം വരാതിരിക്കുന്നില്ല മാഷിനെ ആദ്യം മുതലേ ഇങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞെങ്കിൽ തട്ടിമുട്ടി സന്ദീപ് പറഞ്ഞ പോലെ തട്ടിമുട്ടി പോവാണ്. അത് ഞാൻ പറഞ്ഞോട്ടെ മാഷേ, നിങ്ങൾ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നിങ്ങളുടെ പരിധിയിലാക്കി ജനാധിപത്യ വിരുദ്ധമായി ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിലെ കൂടെ ജഡ്ജിമാരെ നിയമിക്കുന്ന നേരത്തെയുള്ള നമ്മുടെ സിസ്റ്റത്തിൽ പോലും മാറ്റം വരുത്തി നിങ്ങൾക്ക് അനുകൂലമായി കോടതി വിധി ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പോലുമാണ് നിങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കുന്ന കാര്യം. എനിക്ക് ഇവിടെ പ്രിയപ്പെട്ട സന്ദീപ് ഭാര്യയോട് പറയാൻ, ഇത് തൃശ്ശൂർ ഉണ്ടായിട്ടൊരു ഒരു ക്രിമിനൽ കേസാണ്. ഞാൻ പറയട്ടെ മാഷേ, എൻ്റെ സമയമല്ലേ, ഞാൻ പറയാം. തൃശ്ശൂരിലെ കേസിൽ സന്ദീപ് പറഞ്ഞ പോലെ ക്രിമിനൽ കേസാണ്. ആ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട നിയമപരമായ വഴിയിൽ എനിക്ക് വിനയപൂർവ്വമായി അഭ്യർത്ഥിക്കാനുള്ള കാര്യം, പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ മാപ്പ് സാക്ഷിയായി ഈ ക്രിമിനൽ കേസിൽ മൊഴി കൊടുക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ പറയപ്പെട്ട പോലെ അന്ന് BJPയുടെ ഭാഗമായി നടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏതെല്ലാം കാര്യങ്ങൾ ആരെല്ലാം ചെയ്തു എന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം മറ്റാരെക്കാളും അറിയാം. കേസെടുത്താൽ സഹകരിക്കാൻ സന്ദീപ് തയ്യാറാണ്. അതിൽ ക്രിമിനൽ കേസ് എടുത്താൽ സഹകരിക്കാൻ സന്ദീപ് തയ്യാറാണ്. അറിയാവുന്ന ആരും പറയാൻ സന്ദീപ് തയ്യാറാണ്. അല്ലേ സന്ദീപ്? ഞാൻ പറയുന്നത് നിങ്ങൾ മാപ്പ് സാക്ഷിയാവണം. നിങ്ങൾ മാപ്പ് സാക്ഷിയായി BJPയുടെ ഞാൻ പറയുന്നത് മറ്റു രാഷ്ട്രീയ വിഷയങ്ങൾ പോലെ എന്നോട് സമയം കഴിയാണ്. എന്തായാലും മറ്റു രാഷ്ട്രീയ വിഷയങ്ങൾ പോലെ അല്ലേ, മറ്റു രാഷ്ട്രീയ വിഷയങ്ങൾ പോലെ നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന ചില പ്രവണതയാണ്. കേസെടുത്ത് അത് രാഷ്ട്രീയമല്ല, അത് കേസെടുക്കേണ്ടതാണെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പരിഹാസം വരുന്നത് SIR മരിച്ചുപോയ ആ വോട്ടർമാർക്കൊപ്പം ചായ കുടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. മരിച്ചവർക്കൊപ്പം ചായ കുടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പരിഹസിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ എല്ലാത്തിനും മറുപടി പറയാൻ ഇത്ര ദിവസമായിട്ടും കൺവിൻസിംഗ് മറുപടി ഉണ്ടായിട്ടുമില്ല. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.